you. Good afternoon, everyone. അപ്പം മെറ്റിനമെഡിക്കാണ് ഇപ്പോൾ നമ്മുടെ ക്ലാസ്. ഇന്ന് ഞാൻ എടുക്കാൻ പോകുന്ന ഡ്രഗ് എന്ന് പറഞ്ഞാൽ സർസപാരില്ല, സീക്കേൽക്കോർ ആൻഡ് സിഫിലിനം. അപ്പോൾ ഈ ഡ്രഗിലേക്ക് പോകുന്നതിന് മുമ്പ് മെറ്റിനമെഡിക്കയിൽ ചോദിക്കാൻ MCQയിൽ ചോദിക്കാൻ സാധ്യതയുള്ളൊരു മേഖലയാണ് ഇതിന്റെ സോഴ്സ് ബുക്ക് എന്ന് പറയുന്നത്. അപ്പം എല്ലാവരും പേനയും പേപ്പറും ഒക്കെ എടുത്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ കുറച്ചൊരു സോഴ്സ് ബുക്ക് ജസ്റ്റ് ഒന്ന് പറയാണ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ ഭയങ്കര ചാൻസ് ഉള്ളതാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചിരിക്കുക. ഫസ്റ്റ് സോഴ്സ് ബുക്ക് എന്ന് പറഞ്ഞാൽ എൻസൈക്ലോപീഡിയ ഓഫ് പ്യൂർ മെറ്റിനമെഡിക്ക ആണ്. ആരാ എഴുതിയത് എന്നറിയാമോ? TF അലൻ ആണ്. TF അലൻ ആണ് എഴുതിയത്. അപ്പം അത് ഇനിഷ്യല് തെറ്റിപ്പോകരുത്, കാരണം നമുക്ക് കുറെ അലന്മാരുണ്ട്. HC അലൻ, JH അലൻ, WC അലൻ എല്ലാം ഉണ്ട്. എൻസൈക്ലോപീഡിയ എഴുതിയത് TF അലൻ ആണ്. അതിന് ടോട്ടലി 12 വോളിയമാണ് ഉള്ളത്, 12 വോളിയം. അപ്പം ഇതില് 12 വോളിയത്തില് 11 and 12 വോളിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംറ്റം രജിസ്റ്റർ, അതായത് റെപ്പർട്ടറി പാർട്ടാണ്. ചിലപ്പോൾ MCQന് ഓപ്ഷനിൽ 12 വോളിയം ഇല്ല എന്നുണ്ടെങ്കിൽ നെക്സ്റ്റ് 10 ഉണ്ടോ എന്ന് നോക്കുക. 10 ആയിരിക്കും കറക്റ്റ് ആയിട്ട് വരുന്ന ആൻസർ. ഇതിൽ ടോട്ടൽ മെഡിസിന്റെ എണ്ണവും ഓർത്ത് വെച്ചിരിക്കണം. 1039 മെഡിസിൻസ് എൻസൈക്ലോപീഡിയ ഓഫ് പ്യൂർ മെറ്റിനമെഡിക്കയിൽ പറയുന്നുണ്ട്. കിട്ടിയല്ലോ. അടുത്ത ഇമ്പോർട്ടൻറ്റ് സോഴ്സ് ബുക്ക് എന്ന് പറഞ്ഞാൽ ഹെറിംഗ് ഗൈഡിങ് സിംറ്റം ആണ്. ഹെറിംഗ് ഗൈഡിങ് സിംറ്റത്തിന് 10 വോളിയം ആണുള്ളത്. 410 മെഡിസിൻസ് ഇതിൽ പറയുന്നുണ്ട്. പിന്നെ അതുപോലെ അടുത്ത ബുക്ക് കെൻസ് ലെക്ചേഴ്സ് ഓഫ് മെറ്റിനമെഡിക്ക ആണ്. ഇത് ഭയങ്കര നല്ല ബുക്കാണ്. എസ്പെഷ്യലി നമുക്ക് പ്രാക്ടീസിന് ഒരു കാര്യം കൂടി പറഞ്ഞിട്ട്, ക്ലിനിക്കൽ പ്രാക്ടീസിന് നമ്മൾ മസ്റ്റായിട്ടും വായിച്ചിരിക്കേണ്ട 3 ബുക്കുകൾ എന്ന് പറഞ്ഞാൽ കെൻസ് ലെക്ചേഴ്സും നാഷും ഫാരിങ്ടണും ആണ്. ഇത് 3 എണ്ണം ഏകദേശം ഒക്കെ ഒന്ന് വായിക്കാൻ പറ്റിയാൽ നമുക്ക് ആ ഡ്രഗിനെ കുറിച്ച് വളരെ മനോഹരമായിട്ടുള്ള ഒരു പിക്ചർ നമുക്ക് കിട്ടും. അപ്പൊ ഇവിടെ കെൻസ് ലെക്ചേഴ്സിൽ പറയുന്ന അതിന് ഒരേ ഒരു വോളിയമേ ഉള്ളൂ, നമുക്കറിയാം. അതിൽ മെഡിസിൻസിന്റെ എണ്ണം 205 ആണ്. 205 മരുന്നുകളെ കുറിച്ച് പറയുന്നുണ്ട്. അടുത്ത് ഞാൻ രണ്ടാമത് പറഞ്ഞ ഈ നാഷിന്റെ ലീഡേഴ്സ് ഓഫ് ഹോമിയോപ്പതിക് തെറാപ്യൂട്ടിക്സിൽ 229 മെഡിസിൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ദെൻ നമ്മുടെ ബോറിക്കിൽ എത്ര മരുന്നുകളെ കുറിച്ച് പറയുന്നുണ്ട്? 728 മെഡിസിൻസ്, 728 മെഡിസിൻസിനെ കുറിച്ച് പറയുന്നുണ്ട്. ബോറിക് ദ പോക്കറ്റ് മാനുവൽ ഓഫ് ഹോമിയോപ്പതിക് മെറ്റിനമെഡിക്ക. പിന്നെ ഹോമിയോപ്പതിക് ഡ്രഗ് പിക്ചേഴ്സ് ഉണ്ട്. ML ടൈലറിന്റെ ഡ്രഗ് പിക്ചേഴ്സ് 113 മെഡിസിൻസ് ആണ് അതിനകത്തുള്ളത്. ദെൻ മെറ്റിനമെഡിക്ക പ്യൂറ, അതിൽ 673 മെഡിസിൻസ്. ക്രോണിക് ഡിസീസിൽ 47 മരുന്നുകളെ കുറിച്ച് പറയുന്നുണ്ട്. പിന്നെ നമ്മുടെ HC അലന്റെ നമ്മുടെ 67 അല്ലയോ? ഏതാണ്? മെറ്റിനമെഡിക്ക പ്യൂറ മെഡിസിൻ നമ്പർ 67 അല്ലയോ? 67, സോറി 67 ആണ് കേട്ടോ. 67 ചിലപ്പോ അതിന് 3 മെഡിസിൻസ് എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഞാൻ അതുകൊണ്ടാണ് 673 എന്ന് പറഞ്ഞത്. സോറി, തെറ്റിപ്പോയി. 67 മെഡിസിൻസ് ആണ്. അപ്പോൾ 67 കറക്റ്റ് ആണ്. 3 മാഗ്നറ്റിക് റെമഡീസ് 3 എണ്ണം എടുത്ത് മാറ്റിയതും ഉണ്ട്. മേ ബി 67 അല്ലെങ്കിൽ 3 കുറച്ചിട്ട് ഓപ്ഷനിൽ വന്നാൽ അതും കറക്റ്റ് ആണ്. പിന്നെ ക്രോണിക് ഡിസീസിൽ 47 മെഡിസിൻസ്. കീനോട്ടില് 188 മെഡിസിൻസ്. നല്ല തെളിയുണ്ട് കേട്ടാ. ആ വെള്ളേന്റെ മേലെ വെക്കല്ലേ, ഇത്തിരി വെള്ളത്തിൽ എഴുതി എന്താണ്? ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ മെഡിസിൻസിലോട്ട് പോവാം. സർസപാരില്ല. സർസപാരില്ല എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം, മെയിൻ ആയിട്ടും കിഡ്നിയിലും സ്കിന്നിലും ആക്ഷൻ കിട്ടുന്ന വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റെമഡിയാണ്. സർസപാരിലിന്റെ കോമൺ നെയിം എന്ന് പറഞ്ഞാൽ വൈൽഡ് ലിക്വറൈസ് ആണ്. ഈ ലിക്വറൈസ് ഭയങ്കര ബ്യൂട്ടി പരമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ, ആയുർവേദത്തിലൊക്കെ അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. സ്കിന്നിന് ഭയങ്കര നറിഷ്മെന്റ് കൊടുക്കുന്ന സാധനമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സ്കിന്നിൽ നല്ല ആക്ഷൻ ഉണ്ട്. സർസപാരില്ല ലെറ്റർ S-ലാണ് തുടങ്ങുന്നത്. അതിന്റെ ഫാമിലിയും S-ൽ തന്നെയാണ് തുടങ്ങുന്നത്, സ്മൈലേസി. സർസപാരില്ല എങ്ങനെയുള്ള, അതായത് സൈക്കോട്ടിക് ആയിട്ടുള്ള ആൾക്കാരിൽ സ്റ്റോൺ ഫോർമേഷന് ഒക്കെ, ലിത്തിക് എന്ന് പറയും, സ്റ്റോൺ ഫോർമേഷൻ ഒക്കെ സാധ്യതയുള്ള ഡാർക്ക് ഹെയർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു റെമഡിയാണ് സർസപാരില്ല. കുട്ടികളുടെ കാര്യം നോക്കിക്കഴിഞ്ഞാൽ കുട്ടികൾക്ക് ഒരു വയസ്സായവരെ പോലെയുള്ള സ്കിന്നായിരിക്കും. എസ്പെഷ്യലി ഇവർക്ക് വളരെ മെലിഞ്ഞിട്ട് സ്കിന്നൊക്കെ ചുക്കി ചുളുങ്ങി ഇങ്ങനെ ഫ്ലാബി ആയിട്ട് കിടക്കും ഫോൾഡുകളിലൊക്കെ. അപ്പോൾ ഇതിന് ബ്രാക്കറ്റിൽ 2 റെമഡി ഇതേപോലെ പറയുന്നുണ്ട്, ബെറേറ്റ കാർബും ഓപ്പിയവും.
ഇനി ഇമാസിയേഷൻ സർസപാരലയുടെ ഒരു സ്പെഷ്യാലിറ്റി ആണ്. നമുക്ക് ഇമാസിയേഷന്റെ കുറെ റെമഡീസ് അറിയാം. അതെല്ലാം ബ്രാക്കറ്റിലുണ്ട്. അബ്രോട്ടാനം, അയഡിൻ, നാട്രമൂർ ആൻഡ് സാനിക്കുല. ഇവിടെ സർസപാരലൈന്റെ ഇമാസിയേഷൻ എന്ന് പറഞ്ഞാല് സ്കിന്നൊക്കെ ഫോൾഡുകളിൽ ഇങ്ങനെ ഷ്രിവൽഡ് ആയിട്ട് കിടക്കും. അതാണ് അതിന്റെ ഒരു പ്രത്യേകത. എന്നാല് സാനിക്കുല, നാട്രമൂർ, ലൈക്കോപോഡിയം, ഈ ലൈക്കോപോഡിയം ഇതിനകത്ത് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടില്ല, പക്ഷെ ലൈക്കോപോഡിയത്തിന് ഇമാസിയേഷൻ ഉണ്ട്. ഈ 3 ഡ്രഗുകളുടെ ഇമാസിയേഷന്റെ പ്രത്യേകത ഇമാസിയേഷൻ ഫ്രം എബവ് ഡൗൺവേർഡ് ആയിരിക്കും. മുകളിൽ നിന്ന് താഴേക്കായിരിക്കും ഇമാസിയേഷൻ വരാം. അബ്രോട്ടാനോ ആണെങ്കിലോ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും, ഫ്രം ബിലോ അപ്വേർഡ്. അതായത് അബ്രോട്ടാനത്തിന്റെ കാലായിരിക്കും ഏറ്റവും കൂടുതൽ മെലിഞ്ഞിരിക്കുന്നത് എന്ന് ഓർത്താൽ മതി. പിന്നെ അയഡിൻ ഇമാസിയേഷൻ എങ്ങനെയാ? അയഡിൻ അങ്ങനെ എബവ് ഡൗൺവേർഡ്, ബിലോ അപ്വേർഡ് ഒന്നുമില്ല. ജനറലി മൊത്തത്തിൽ ഇമാസിയേഷൻ ആണ്. എന്നാൽ എപ്പോഴും ഭക്ഷണം കഴിക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. നാട്രമൂറിന്റെ ഇമാസിയേഷൻ എങ്ങനെയാ? നാട്രമൂറിനാണെങ്കിൽ ഈറ്റ് ആൻഡ് ഇമാസിയേറ്റ് ഓൾ ദ ടൈം. കഴിച്ചുകൊണ്ടും ഇരിക്കും, മെലിഞ്ഞുകൊണ്ടും ഇരിക്കും. എസ്പെഷ്യലി ഏത് പാർട്ടാണ് നാട്രമൂറിന് മെലിയ? നെക്കിന്റെ റീജിയൻ ആയിരിക്കും. ഇനി ഇതിലൊന്നും പറയാത്തൊരു ഡ്രഗും കൂടി ഞാൻ പറയാണ്, അർജന്റൻ നൈട്രിക്കം. അർജന്റൻ നൈട്രിക്കത്തിന് ഇമാസിയേഷൻ ഉണ്ട്. എസ്പെഷ്യലി കുട്ടികൾ നല്ല വയസ്സായ ആൾക്കാരെ പോലെ ഇരിക്കും. അത് മാത്രമല്ല, ശരിക്കും കുഞ്ഞിനെ കണ്ട ഒരു മമ്മിയെ പോലെ ഇരിക്കും. അത്രയും ചൂക്കി ചുളുങ്ങിയ ഒരു അവസ്ഥയായിരിക്കും അർജന്റൻ നൈട്രിക്കത്തിന്റെ കുട്ടിയാവുമ്പോൾ. കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി വരുന്നത് യൂറിനറി സിസ്റ്റം. യൂറിനറി സർസപാരില്ല എന്നുള്ള ഡ്രഗ് നിങ്ങൾ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഫസ്റ്റ് വരേണ്ട സിംറ്റം അൺബെയറബിൾ പെയിൻ അറ്റ് ദ കൺക്ലൂഷൻ ഓഫ് യൂറിനേഷൻ. കീനോട്ടില് ബോൾഡിൽ കൊടുത്തിരിക്കുകയാണ് കൺക്ലൂഷൻ ഓഫ് യൂറിനേഷൻ. അത് അത്ര ഇമ്പോർട്ടന്റ് ആണ്. അതിന്റെ ബ്രാക്കറ്റിലുള്ള റെമഡീസും MCQന് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. അതുകൊണ്ട് അത് കാണാതെ പഠിച്ചിരിക്കുക. ബെർബറിസ്, എക്യുസിറ്റം, മെഡോറിനം ആൻഡ് തൂജ. ബെം ടി എന്നോ അല്ലെങ്കിൽ മെബ് ടി എന്നോ അങ്ങനെ എന്തെങ്കിലും ഒരു കോഡ് ഉണ്ടാക്കിയിട്ട് അത് പഠിച്ചോളുക. മൂത്രം ഒഴിച്ച് തീരുന്ന ടൈമിലായിരിക്കും സർസപാരലയ്ക്ക് സിവിയർ പെയിൻ ഉണ്ടാവുക കേട്ടോ. അത് മാത്രമല്ല, ആ ഒരു സമയത്ത് ബ്ലാഡറിന്റെ ഭാഗത്തും സർസപാരലയ്ക്ക് ഭയങ്കര പെയിൻ പറയുന്നുണ്ട്. ബോറിക്കില് ടെനസ്മസ് ഓഫ് ബ്ലാഡറും കൂടെ കാണും. പിന്നീട് ലൈക്കോപോഡിയത്തിനും ഇപ്പൊ നമ്മൾ പറഞ്ഞല്ലോ, ഇതിനകത്ത് അടുത്ത സെന്റൻസ് പാസേജ് ഓഫ് ഗ്രേവൽ ഓർ സ്മോൾ കാൽക്കുലൈ, റീനൽ കോളിക്, സ്റ്റോൺ ഇൻ ബ്ലാഡർ, ബ്ലഡി യൂറിൻ ആണ്. അതായത് സ്റ്റോൺ ഉണ്ടാവുന്നുണ്ട്. ഇപ്പം ഇതേ സിംറ്റം ഇതേപോലെ തന്നെ ആർക്കും ഉണ്ട്. ലൈക്കോപോഡിയത്തിലും സ്റ്റോൺ പറയുന്നുണ്ട്. പക്ഷെ ലൈക്കോപോഡിയം ആണെങ്കിൽ റെഡ് സാൻഡ് വിത്ത് ക്ലിയർ യൂറിൻ ആയിരിക്കും. യൂറിൻ നല്ല ക്ലിയർ ആയിരിക്കും, അതിനകത്ത് ചുമന്ന മണൽത്തരി പോലെ ആയിരിക്കും കാണാം. പക്ഷെ സർസപാരല ആണെങ്കിൽ വൈറ്റ് സാൻഡ് ആണ്, പക്ഷെ ഒരു പുക പോലെയുള്ള സ്ലൈമി ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു ഫ്ലേക്കി ആയിട്ടുള്ള യൂറിൻ ആയിരിക്കും പോവുക. പിന്നെ പെയിൻ ആണ് സർസപാരലയുടെ ഏറ്റവും ഹൈലൈറ്റ് ചെയ്യേണ്ടത്. പെയിൻ അറ്റ് ദ കൺക്ലൂഷൻ വിത്ത് ബ്ലാഡറിലെ ടെനസ്മസ്. ഇത്രയും പെയിൻ ശരിക്കും യൂറിനറി കേസസിൽ കാണിക്കുന്ന മറ്റൊരു റെമഡി പൾസാറ്റിലയാണ്. പക്ഷെ പൾസാറ്റിലയുടെ കേസസിൽ പ്രോസ്റ്റേറ്റിന്റെ എൻലാർജ്മെന്റും കൂടെ അസോസിയേറ്റ് ചെയ്ത് വരും. എങ്കിലേ നമ്മൾ പൾസാറ്റില ചിന്തിക്കത്തുള്ളൂ. അല്ല, ഇത്രയും സിവിയർ പെയിൻ ആണ് പറയുന്നതെങ്കിൽ സർസപാരല തന്നെയാണ് ഫസ്റ്റ് മെഡിസിൻ ആയിട്ട് വരുന്നത് കേട്ടോ. നാട്രമൂറിന് എങ്ങനെയാ പെയിൻ വരിക? ആഫ്റ്റർ യൂറിനേഷൻ ആണ് പെയിൻ. ഓക്കെ, ഇനി യൂറിൻ നേരത്തെ പറഞ്ഞു ബ്രൈറ്റ് ആൻഡ് ക്ലിയർ ബട്ട് ഇറിറ്റേറ്റിംഗ് ആണ്. അതുപോലെ സ്കാൻഡി, സ്ലൈമി, ഫ്ലേക്കി, സാൻഡി, കോപ്പിയസ്, പാസ്റ്റ് വിത്തൗട്ട് സെൻസേഷൻ. അതാണ് യൂറിനിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. അതായത് അറിയാണ്ട് യൂറിൻ പോവുക, ലൈക്ക് കോസ്റ്റിക്കം, ഇൻകോണ്ടിനൻസ് ഓഫ് ബ്ലാഡർ, അതുപോലെ അറിയാണ്ട് പോവുക. എന്നാൽ ആ യൂറിൻ എന്തുണ്ടാവും? വൈറ്റ് സാൻഡിന്റെ ഡിപ്പോസിറ്റ് അതിൽ കാണുകയും ചെയ്യും. പെയിൻഫുൾ ഡിസ്റ്റൻഷൻ ആൻഡ് ടെൻഡർനെസ് ഇൻ ബ്ലാഡർ, യൂറിൻ ഡ്രിബിൾസ് വൈൽ സിറ്റിംഗ്. അതായത് പേഷ്യന്റ് ഇരിക്കുന്ന സമയത്ത് മൂത്രം ഇങ്ങനെ തുള്ളി തുള്ളിയായിട്ട് പൊക്കോണ്ടിരിക്കും. പക്ഷെ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല, നല്ല ഫ്രീ ആയിട്ട് യൂറിൻ പോകും. എയർ പാസസ് ഫ്രം യൂറീത്ര. ഇനി കുട്ടീന്റെ ഡയപ്പറിൽ ലൈക്ക് ബൊറാക്സ് ആൻഡ് ലൈക്കോപോഡിയത്തിനെ പോലെ സാൻഡ് ഉണ്ടാവും. ബ്രാക്കറ്റിലുള്ള എല്ലാ റെമഡീസും ഉറപ്പായിട്ടും പഠിക്കുക. ന്യൂറാൾജിയ ഓഫ് റീനൽ കോണിക്, എക്സ്ക്രൂസിയേറ്റിംഗ് പെയിൻ ഫ്രം റൈറ്റ് കിഡ്നി ഡൗൺവേർഡ്. മെയിൻ ആയിട്ടും സൈഡ് അഫിനിറ്റി പറയുന്നത് റൈറ്റ് കിഡ്നി ആണ്. റൈറ്റ് കിഡ്നിന്ന് ഡൗൺവേർഡിലേക്കാണ് പെയിൻ വരിക, ലൈക്ക് ലൈക്കോപോഡിയം.
ഇനി നമ്മൾ മെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നോക്കുമ്പോൾ ഇതിനകത്ത് ബ്ലഡി സെമിനൽ എമിഷൻ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് കേട്ടോ. ഗൊണോറിയ ഒക്കെ വന്നതിന് ശേഷം അതിന്റെ ഭാഗമായിട്ട് ഉണ്ടാവുന്നതും പിന്നെ ഈ സർസപാരിലേക്ക് ഏകദേശം എല്ലാ കംപ്ലൈന്റിന്റെയും കൂടെ റുമാറ്റിസം അസോസിയേറ്റ് ചെയ്ത് വരാനുള്ളൊരു സാധ്യതയുണ്ട്. ഇവിടെയും റുമാറ്റിസം പറയുന്നുണ്ട് വിത്ത് ബ്ലഡി സെമിനൽ എമിഷൻ. സെമിനോടൊപ്പം ബ്ലഡും കാണും. അതിനകത്ത് വേറെ റെമഡീസ് ഏതൊക്കെയാ? ലെഡം ആൻഡ് മെർക്യൂറിയസ് ആണ് വരുന്നത്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ റിട്രാക്റ്റഡ് നിപ്പിൾ ആണ് പറയുന്നത്. വളരെ സ്മോൾ ആയിട്ടുള്ള എക്സൈറ്റബിലിറ്റി ഇല്ലാത്ത റിട്രാക്റ്റഡ് ആയിട്ടിരിക്കുന്ന നിപ്പിൾ. ഇത് സെയിം സിംറ്റം കാണുന്നത് സൈലീഷ്യയിലാണ്. ഇനി എക്സ്ട്രിമിറ്റീസിൽ പറഞ്ഞല്ലോ റുമാറ്റിസം ഉണ്ട്. മെയിൻലി അഗ്രവേഷൻ നൈറ്റ് ടൈം ആയിരിക്കും പെയിനിന്റെ. ഇനി അടുത്ത ഇമ്പോർട്ടൻറ്റ് സെക്ഷൻ സ്കിന്നാണ്. സ്കിൻ എന്ന് പറഞ്ഞാൽ മെർക്കുറിയുടെയോ അല്ലെങ്കിൽ സിഫിലിസിന്റെയോ ഒക്കെ അബ്യൂസ് കാരണം ഉണ്ടാകുന്ന ഹെർപ്പറ്റിക് ഇറപ്ഷൻസ് അല്ലെങ്കിൽ അതിന്റെ ഭാഗമായിട്ടുണ്ടാകുന്ന അൾസേഴ്സ് അല്ലെങ്കിൽ ഓപ്പൺ എയറിലേക്ക് പോകുമ്പോൾ ശരീരത്തിൽ ഉണ്ടാവുന്ന റാഷസ്, നല്ല ഇച്ചിങ് ഉണ്ടാവും. അതേപോലെ ക്രസ്റ്റ് ഫോർമേഷനും ഉണ്ടാവും. ക്ലിനിക്കിൽ ഇതേമാതിരിയുള്ള കേസ് വരുമ്പോൾ നിങ്ങൾ നമ്മുടെ ബട്ടർ ഉണ്ടല്ലോ, വെണ്ണ, നല്ല വെണ്ണയ്ക്കകത്ത് സർസപാരില ടിഞ്ചർ മിക്സ് ചെയ്തിട്ട് എക്സ്റ്റേണലി അപ്ലൈ ചെയ്താൽ നമുക്ക് നല്ല ഇച്ചിങ്ങിനൊക്കെ നല്ല ആശ്വാസമായിട്ട് സ്കിന്ന് നന്നായിട്ട്, അതായത് ആ ക്രസ്റ്റ് ഒക്കെ ഒന്ന് മാറി നല്ല സ്കിന്ന് വരാനുള്ള സാധ്യത കൂടുതലാണ് കേട്ടോ. പിന്നീട് റാഷ് ഫ്രം എക്സ്പോഷർ, ഓപ്പൺ എയർ, ഡ്രൈ ഇഷ് ലൈക്ക് ഇറപ്ഷൻസ് പ്രോൺ ടു അപ്പിയർ ഇൻ സ്പ്രിംഗ്, ബിക്കം ക്രിസ്റ്റി. എല്ലാ സ്പ്രിംഗ് സീസണിലും റെക്കർ ചെയ്യാനുള്ള സാധ്യതയൊക്കെ കാണുന്നുണ്ട്. ഇനി അടുത്ത സ്കിന്നിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയുന്ന സിംറ്റം ആണ് ഇച്ചിങ് ഇറപ്ഷൻ ഓഫ് ഫോർഹെഡ് ഡ്യൂറിങ് മെൻസസ്. മെൻസസിന്റെ സമയത്ത് നെറ്റിയിൽ വരുന്ന ഇച്ചിങ് ഇറപ്ഷൻസ്. ആ നമുക്ക് ക്ലിനിക്കിൽ അങ്ങനെയുള്ള കേസുകളൊക്കെ കിട്ടും. അപ്പോൾ ഇത് മാത്രമല്ല റെമഡി വരുന്നത്. ഇത് ഒരു എനിക്ക് റയർ റെമഡിയാണ്, എനിക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ അറിയത്തില്ല. പിന്നെ സാൻഗ്യുനറിയും സോറിനോവും ആണ് പറയുന്നത്. പിന്നെ റാഗേഡ്സ്, അതായത് നമ്മൾ വെടിച്ച് കീറുക എന്നൊക്കെ പറയില്ലേ. സ്കിൻ ക്രാക്ഡ് ഓൺ ഹാൻഡ്സ് ആൻഡ് ഫീറ്റ്, പെയിൻ ആൻഡ് ബേണിംഗ് particularly on sides of fingers and toes, skin hard and indurated. ഇവിടെയും ഈ റാഗേഡ്സിന്റെ കേസിലും നേരത്തെ പറഞ്ഞ പോലെ ബട്ടറിൽ സർസപാരിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നല്ല റിസൾട്ട് കിട്ടും. ഇനി ഇതിന്റെ റിലേഷൻഷിപ്പ് കോംപ്ലിമെന്ററി ആയിട്ട് വരുന്നത് മക്സോളും സെപ്പയും ആണ്. എയ്തർ ഓർ വിച്ച് ഫോളോസ് വെൽ. നമ്മൾ നേരത്തെ ഓൾമോസ്റ്റ് ഈ കമ്പയർ ചെയ്യാൻ പറഞ്ഞെല്ലാം നമ്മൾ കമ്പയർ ചെയ്തു. ബെർബെറിസ്, ലൈക്കോപോഡിയം, നാട്രിമൂർ ആൻഡ് ഫോസ്ഫറസും ആയിട്ട് കമ്പയർ ചെയ്യാൻ പറയുന്നുണ്ട്. ഫ്രീക്വന്റ്ലി കോൾഡ് ഫോർ ആഫ്റ്റർ അബ്യൂസ് ഓഫ് മെർക്കുറി. മെർക്കുറി അബ്യൂസിന് ശേഷം കൊടുക്കാൻ പറ്റുന്ന നല്ല റെമഡിയാണ് സർസപാരില്ല എന്ന് പറയുന്നത്. സർസപാരില്ല എന്ന് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മനസ്സിലേക്ക് ഫസ്റ്റ് ഓടി വരേണ്ടത് പെയിൻ, അൺബെയറബിൾ പെയിൻ അറ്റ് ദ കൺക്ലൂഷൻ ഓഫ് യൂറിനേഷൻ എന്നുള്ളതും അതേപോലെ അതിന്റെ ബ്രാക്കറ്റിലെ റെമഡീസ് ആയിട്ടുള്ള ബെർബെറിസ്, ഇക്വിസിറ്റം, മെഡോറിനം ആൻഡ് ടൂജ എന്നുള്ളതുമാണ് കേട്ടോ. പിന്നെ മെൻസസിന്റെ സമയത്ത് ഇച്ചിങ്, സ്കാബി ഇറപ്ഷൻസ് ഇൻ ഫോർഹെഡ്, അതും മറന്നു പോകരുത്. അങ്ങനെ മെയിൻ ആയിട്ടും ഇതിന്റെ ഇമാസിയേഷന്റെ പ്രത്യേകതകൾ മറന്നു പോകാതിരിക്കുക. ഇതെല്ലാമാണ് സർസപാരില്ലയിൽ പറയുന്നത്. കിട്ടിയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ഡ്രഗിലേക്ക് പോകണം. സിഫിലിനം. സിഫിലിനം നമുക്കറിയാം നോസോഡ് ആണ് സംഭവം. ഏകദേശം നമ്മുടെ സിഫിലിറ്റിക് മയാസത്തിന്റെ എല്ലാ സിംറ്റംസും കടന്നു വരുന്ന ഒരു റെമഡിയാണ് സിഫിലിനം എന്ന് പറയുന്നത്. എന്നാലും സിഫിലിനത്തിന് ഏറ്റവും ഹൈലൈറ്റ് ചെയ്ത് പറയുന്ന സിംറ്റം എന്ന് പറഞ്ഞാൽ ക്ഷീണമാണ്. ഭയങ്കര പ്രോസ്ട്രേഷൻ. ബോഡിക്ക് തുടങ്ങുന്നത് എങ്ങനെയാണ്? അട്ടർ പ്രോസ്ട്രേഷൻ ആൻഡ് ഡെബിലിറ്റി ഇൻ ദ മോർണിംഗ്. ഇവർക്ക് ക്ഷീണം വന്ന കാരണം എന്ന് വെച്ചാൽ, ക്ഷീണം എന്ന് വെച്ചാല് ഈ ക്ഷീണം സഹിക്കുന്നതിലും അവർക്കൊന്ന് മരിച്ചാൽ മതി. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, അത് എത്രമാത്രം ഡെബിലിറ്റേറ്റിംഗ് ആയിട്ടാണ് അവർക്ക് ആ ക്ഷീണം ഫീൽ ചെയ്യുന്നത് എന്നുള്ളത്. ആ ക്ഷീണം ഉണ്ടാവാൻ ഒരു കാരണം കൂടിയുണ്ട്. ഇവർക്ക് വേദനകളൊക്കെ വരുന്നത് രാത്രിയാണ്. ഒന്ന് സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ പിന്നെ സൂര്യൻ ഉദിക്കുന്നത് വരെ പെയിനോട് പെയിനാണ്, സഹിക്കാൻ പറ്റില്ല അങ്ങനെ. അപ്പം അതുപോലെ റുമാറ്റിസവും വരുന്നുണ്ട് കൂടെ. ഷിഫ്റ്റിംഗ് റുമാറ്റിക് പെയിൻസ് ആണ് ഉണ്ടാവുന്നത്. ക്രോണിക് ഇറപ്ഷൻസ് ആൻഡ് റുമാറ്റിസം. സ്കിന്നിൽ ഇക്തിയോസിസ് വരുന്നുണ്ട്. അവിടെയും പെയിൻ വരുന്നത് ഡാർക്ക്നെസ് ടു ഡേ ലൈറ്റ് ആണ്. പിന്നെ പെയിന്റെ പ്രത്യേകത എങ്ങനെയാ? വളരെ പതുക്കെ ആയിരിക്കും പെയിൻ തുടങ്ങുക.
തുടങ്ങി അതിന്റെ ഒരു ഹൈ സ്റ്റേജിൽ എത്തിയിട്ട് ഇത് പെട്ടെന്ന് കുറയോ അതുമില്ല, കുറയുന്നതും വളരെ പതുക്കെ ആയിരിക്കും. പിന്നെ ആൽക്കഹോളിനോട് ഭയങ്കര ക്രേവിംഗ് ആണ് ഇവർക്ക്. അത് ഏത് രൂപത്തിൽ തന്നു കഴിഞ്ഞാലും ആൽക്കഹോളിനോട് ഭയങ്കര ക്രേവിംഗ് ആണ്. അതുപോലെ നമ്മൾ പറഞ്ഞു സിഫിലിസിന്റെ സിംറ്റംസ് ഒക്കെ കാണിക്കുന്നുണ്ട് അൾസറേഷൻ ആൻഡ് ക്യാരീസ്, മൊത്തത്തിൽ ഒരു ഡിസ്ട്രക്ഷൻ ഉണ്ടാക്കുന്ന ഒരു സാധനമാണ്. അപ്പോൾ അൾസറേഷൻ ഓഫ് മൗത്ത്, നോസ്, ജെനൈറ്റൽ, സ്കിൻ, ഇവിടെയൊക്കെ അൾസറേഷൻ ഉള്ള സാധ്യതയുണ്ട്. അതുപോലെ ആബ്സസിന്റെ സക്കഷൻ, അതായത് ഒന്നിന് പുറകെ ഒന്നായിട്ട് ആബ്സസ് വന്നുകൊണ്ടേയിരിക്കുക. ക്ലിനിക്കലി അത് ഏതാണ് കണ്ടീഷൻ അറിയാമോ? ആക്സിലയില്, ഗ്രോയിൻ റീജിയനിലൊക്കെ ഇങ്ങനെ ആബ്സസ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി വന്നുകൊണ്ടേയിരിക്കും. അത് ഒരു കോമൺ ആണ്, ചിലപ്പോൾ 1 or 2 ഒക്കെ വന്നത് വലിയ പ്രശ്നം വരില്ല. പക്ഷെ ചില ആൾക്കാർക്കുണ്ട്, അതായത് കണ്ടിന്യൂസ്ലി പസ് ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുന്ന ഒരു അവസ്ഥ. അതിൽ നിന്ന് ഹൈഡ്ര അഡിനൈറ്റിസ് സപ്പറേറ്റീവ എന്ന് പറയും. സിഫിലിനം വണ്ടർഫുള്ളി ക്യൂർ ചെയ്യുന്ന ഒരു റെമഡിയാണ്. അതായത് പസ്സിനി അലോപ്പതി ഇതിന് സർജറിയാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ അത് ചെയ്ത് കഴിഞ്ഞാലും പിന്നെ ഇത് റെക്കർ ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ നമുക്ക് ഇവിടെ സിഫിലിനം ഹൈ പൊട്ടൻസിയിൽ കൊടുക്കുകയെന്നുണ്ടെങ്കിൽ റെക്കറൻസ് പ്രിവെന്റ് ഇനി അതൊട്ട് വരത്തുമില്ല. അത്രയും സൂപ്പർ ആയിട്ടുള്ള റെമഡിയാണ്. പിന്നീട് മൈൻഡിലേക്ക് വരാം. മൈൻഡിലേക്ക് വന്നാൽ ഇവർക്ക് മൊത്തത്തിൽ മറവിയാണ്. മറവി എന്ന് പറഞ്ഞാല് ഫുൾ ഒന്നും, ഈവൻ ഒരു ബുക്കിന്റെ പേര് അല്ലെങ്കിൽ ഒരു ആളിന്റെ പേര്, ഒരു സ്ഥലത്തിന്റെ പേര് ഒന്നും ഓർക്കാനുള്ള ഒരു എബിലിറ്റി അവർക്കില്ല. കണക്ക് കൂട്ടാനും ഭയങ്കര ഡിഫിക്കൽട്ടാണ്. അപ്പൊ ഈ സിംറ്റം ഇതേപോലെ എക്സാമിന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ലോസ് ഓഫ് മെമ്മറി, കനോട്ട് റിമെമ്പർ നെയിംസ് ഓഫ് ബുക്ക്, പേഴ്സൺസ് ഓർ പ്ലേസസ്, അരിത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ അത്രയും ഡിഫിക്കൽട്ടാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൻസേഷൻ എന്താണെന്നറിയാമോ? ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നും, as if about to be paralyzed, അതായത് തളർന്നു പോകുന്ന പോലെ പോവുക. അത് എന്തുകൊണ്ട് ആ തളർച്ച എന്തുകൊണ്ടാണ് അടുത്ത സെന്റൻസിൽ പറയുന്നുണ്ട്. ടെറബിൾ ഡ്രെഡ് ഓഫ് നൈറ്റ് ഓൺ അക്കൗണ്ട് ഓഫ് മെന്റൽ ആൻഡ് ഫിസിക്കൽ എക്സോഷൻ ഓൺ അവേക്കണിങ്, ഇറ്റ് ഈസ് ഇൻടോളറബിൾ. അതായത് രാവിലെ എഴുന്നേക്കാൻ വയ്യ, അത് എഴുന്നേക്കാന്നുള്ളതിലും ഭേദം ഒന്ന് മരിച്ചാൽ മതി, അതാണ് അവരുടെ ഒരു അവസ്ഥ. അത്രയ്ക്കും എഴുന്നേക്കുന്നത് ക്ഷീണത്തിലേക്കാണ് അവർ എഴുന്നേക്കുന്നത്. ഫിയേഴ്സ് ഓഫ് ടെറിഫിക് സഫറിംഗ് ഫ്രം എക്സ്പോഷർ ഓൺ അവേക്കണിങ്. ഇത് പറയുന്ന മറ്റൊരു മെഡിസിൻ ലാക്സിസ് ആണ്. നമ്മൾ ലാക്സിസിൽ എങ്ങനെയാ സിംറ്റം എഴുതി വെച്ചിരിക്കുന്നത്? വേഴ്സ് ആഫ്റ്റർ സ്ലീപ്പ് ഓർ അഗ്രവേഷൻ, വേക്സ് ഹിം ഫ്രം സ്ലീപ്പ്, സ്ലീപ്പ് ഇൻ ടു ദ അഗ്രവേഷൻ. അതായത് ഉറക്കത്തിൽ നിന്ന് ബുദ്ധിമുട്ട് കാരണം എഴുന്നേക്കുക, അല്ലെങ്കിൽ ഈ ഒരു അഗ്രവേഷൻ സ്ലീപ്പ് എന്തിലേക്ക് നയിക്കുന്നു? ആ ഡിസീസിന്റെ അഗ്രവേഷനിലേക്ക് നയിക്കുന്നതാണ് ലാക്സിസ്. ലാക്സിസും സിഫിലിനും അപ്പോൾ ഈ ഒരു കാര്യത്തിൽ ഭയങ്കര കമ്പനി ആയിട്ടുള്ള റെമഡീസ് ആണ്. ഇനി ഞാനൊരു കേസ് പറയാം. ഈ കേസ് പറയുന്നത് എന്താ വെച്ചാൽ ഏകദേശം സിംറ്റംസ് ഒക്കെ നിങ്ങൾക്ക് അത് ഓർക്കാൻ പറ്റും. മിറ്റിരമെഡിക്ക് ഓർത്തെടുക്കുക എന്നുള്ളതാണ് ഒരു പണി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു 32 years ഉള്ള ഒരു ടീച്ചറാണ്. പുള്ളിക്കാരിക്ക് എൻഡോമെട്രിയോസിസ് ആയിരുന്നു കണ്ടീഷൻ. സിവിയർ പെയിൻ ആണ്. വയറുവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ചിലപ്പോൾ ആ പുള്ളിക്കാരി ഫെയിന്റ് ചെയ്ത് വീണു പോകും. അങ്ങനത്തെ ഒരു അവസ്ഥ. ജോലിക്കൊന്നും പോകാൻ പറ്റുന്നില്ല. പോയാലും കുറച്ചു നേരം കഴിയുമ്പോൾ പെയിൻ ആണ്. പക്ഷെ പെയിൻ ഏറ്റവും കൂടുതലാവുന്നത് നൈറ്റ് ടൈം ആണ്. രാത്രിയൊക്കെ ഇങ്ങനെ കട്ടിലിൽ കിടന്ന് അങ്ങനെ പൊളയാണ് ആളെന്നാണ് പറഞ്ഞത്. അപ്പം നോർമലി നമ്മൾ എന്തൊക്കെ കൊടുക്കും? ചമോമില്ല കൊടുത്തു നോക്കി, മാക്ഫോസ് കൊടുത്തു നോക്കി, ബെല്ല് കൊടുത്തു നോക്കി, അങ്ങനെ അറിയാവുന്ന വൈബർണം കൊടുത്തു നോക്കി, ഒക്കെ കൊടുത്തു നോക്കിയിട്ടൊന്നും ഒരു രക്ഷയില്ല. അപ്പൊ പേഷ്യന്റ് കൈവിട്ട് പോകുന്നുള്ള ഒരു അവസ്ഥയായി. അപ്പൊ പേഷ്യന്റ് അപ്പൊ നമ്മൾ എന്താ ചെയ്യുക? അവസാനത്തെ അമ്പെടുക്കും. എന്താ? കേസ് ഒന്ന് സമാധാനത്തിൽ റീടേക്ക് ചെയ്യാം. അങ്ങനെ പേഷ്യന്റിനെ വീണ്ടും വിളിച്ചു വരുത്തി നമുക്കൊന്ന് ഡീറ്റെയിൽ ആയിട്ട് സംസാരിക്കാം എന്നൊക്കെ പറഞ്ഞ് കേസ് എടുത്ത് വന്നപ്പോഴാണ് പേഷ്യന്റ് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സിംറ്റം പറയുന്നത്. സിംറ്റം ഇങ്ങനെയാണ്. ടീച്ചറാണ്, ലേഡിയാണ്. അപ്പം എൻ്റെ അടുത്ത് ഭയങ്കര നമ്മൾ ഈ ഡിസയേഴ്സ് ആൻഡ് അവേർഷൻ ഒക്കെ ഇങ്ങനെ ചെകഞ്ഞ് ചോദിക്കുമല്ലോ, കാരണം എന്തെങ്കിലും ഒന്ന് കിട്ടണം, എങ്ങനെയും കുറയണ്ടേ. അങ്ങനെ ചോദിച്ചപ്പോ പുള്ളിക്കാരി പറഞ്ഞാണ്, ഡോക്ടറെ എനിക്ക് ബിയർ ഭയങ്കര ഇഷ്ടമാണ്, ഡോക്ടർ ആരോട് ഷെയർ ചെയ്യരുത്, ബിയർ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ കള്ളും കുടിച്ചിട്ടുണ്ട്. കള്ളെന്ന് പറഞ്ഞാൽ ബക്കാഡി ലെമൺ ഫ്ലേവർ, അങ്ങനത്തെ ഒരു ബ്രാൻഡ് ഉണ്ട്. അതാണ് പുള്ളിക്കാരിയുടെ ഏറ്റവും ഇഷ്ടമുള്ള ഇത്. പക്ഷെ ഒരു ഭയങ്കര ഓർത്തഡോക്സ് ആയിട്ടുള്ള ഒരു ഫാമിലി ആണെങ്കിലും അച്ഛൻ അത്യാവശ്യം മദ്യപിക്കും. പക്ഷെ അച്ഛൻ എന്ന് പറഞ്ഞാൽ ഭയങ്കര പേടിയാണ്.
അപ്പോ ഇത് നമ്മൾ എന്തോ ഒരു പെൺകുട്ടികൾ മദ്യപിക്കുന്ന ഒരു തെറ്റാണെന്ന് കരുതുന്ന സമൂഹം ആയതുകൊണ്ട് ഭയങ്കര പേടിയാണ് പുറത്ത് പറയാൻ. പക്ഷെ അതിന്റെ കൂടെ ഉള്ള ഒരു സിംറ്റം എന്ന് വെച്ചാൽ ഈ ആൽക്കഹോൾ ചേരുന്ന എന്തും പുള്ളിക്കാരിക്ക് ഭയങ്കര ഇഷ്ടം. അത് ഈവൻ വൈൻ ആണെങ്കിൽ പോലും ക്രിസ്മസിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ് വൈൻ കുടിക്കാൻ വേണ്ടിയിട്ട്. വൈൻ ആണെങ്കിൽ പോലും, അഥവാ കള്ളപ്പം ഉണ്ടല്ലോ, നമ്മള് യഥാർത്ഥ കള്ള് ചേർത്തുണ്ടാക്കുന്ന കള്ളപ്പം, അതൊരു ഫ്രണ്ടിനോട് പറഞ്ഞ് ചെയ്യിപ്പിച്ച് കഴിച്ചിട്ടുണ്ട്. അപ്പൊ അത് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം ആ ഒരു സാധനം കിട്ടിയപ്പം ഇതിനകത്ത് കാണുന്നുണ്ട് ക്രേവിങ് ആൽക്കഹോൾ ഇൻ എനി ഫോം, ഹെറിഡിറ്ററി ടെൻഡൻസി ടു ആൽക്കഹോളിസം. ഏത് ഫോമിലാണെങ്കിലും ആൽക്കഹോൾ അതൊരു ഇഷ്ടമാണ്. നോർമലി നമ്മൾ അങ്ങനെ ഇത്രയും ഒരു ലേഡി പറഞ്ഞ അങ്ങനെ കേൾക്കില്ലല്ലോ. പിന്നെ അതിന്റെ കൂടെ ടീച്ചർ പറഞ്ഞൊരു സിംറ്റം ആണ് ലൂക്കോറിയ ഉണ്ട്. ലൂക്കോറിയ എന്ന് പറഞ്ഞാല് ഈവൻ സ്കൂളിൽ പോകുമ്പോൾ പോലും ഒരു 2-3 പാൻറ്റീസ് എക്സ്ട്രാ കൊണ്ടുപോകേണ്ട അവസ്ഥ. അത്രയും പ്രൊഫ്യൂസ് ആയിട്ട് വരുന്ന ലൂക്കോറിയ. അപ്പൊ അലൂമിനെ നമ്മൾ ചിന്തിക്കും, പക്ഷെ അതുപോലെ തന്നെ വരുന്ന റെമഡിയാണ് എന്ത്, സിഫിലിനം എന്ന് പറയുന്നത്. അപ്പൊ സിഫിലിനം ഒരു ഡോസ് കൊടുത്തു, ഹൈപ്പോട്ടൻസി ആണ് കൊടുത്തു. പുള്ളിക്കാരിയുടെ പെയിൻ എവിടെ പോയി എന്നറിയില്ല. അത്രയും നന്നായിട്ട് പെയിൻ കൺട്രോൾ ആവാൻ പറ്റി, കേസ് നന്നായിട്ട് മുന്നോട്ട് പോകുന്നു. അപ്പൊ സിഫിലിനത്തിന്റെ ഈ സ്പെഷ്യൽ ക്രേവിങ് ആരും മറക്കാതെ ഇരിക്കുക. ഫിസിക്കൽ ജനറൽസ് നോക്കുമ്പോൾ പെയിൻസ് ഫ്രം ഡാർക്ക്നെസ് ടു ഡേ ലൈറ്റ്, ബിഗിൻ വിത്ത് ട്വിലൈറ്റ് ആൻഡ് എൻഡ് വിത്ത് ഡേ ലൈറ്റ്. മെർക്യൂറിയസും ഫൈറ്റലോക്കിയുമാണ് ഇതേപോലെ പെയിൻ പ്രസന്റ് ചെയ്യുന്ന, രാത്രി മുതൽ രാവിലെ വരെ പെയിൻ പ്രസന്റ് ചെയ്യുന്ന മറ്റ് 2 റെമഡി എന്ന് പറയുന്നത്. പെയിൻ ഇൻക്രീസ് ആൻഡ് ഡിക്രീസ് ഗ്രാജുവലി. പെയിൻ കൂടുന്നതും കുറയുന്നതും നേരത്തെ പറഞ്ഞല്ലോ. അതുപോലെ പറയുന്ന, ഇപ്പം ഓപ്ഷനിൽ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് നമ്മുടെ സിഫിലിന ഇല്ലെങ്കിൽ അടുത്ത് സ്റ്റാനമെറ്റിനെ പിടിച്ചോണം. ബ്രാക്കറ്റിൽ പറയുന്നത് സ്റ്റാനമെറ്റ് ആണ്. ഷിഫ്റ്റിംഗ് ആൻഡ് റിക്വയർ ഫ്രീക്വന്റ് ചേഞ്ച് ഓഫ് പൊസിഷൻ. എപ്പോഴും ഇങ്ങനെ പൊസിഷൻ മാറിക്കൊണ്ടേയിരിക്കും. ഇനി നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഓൾ സിംറ്റംസ് ആർ വേഴ്സ് അറ്റ് നൈറ്റ്, സെയിം as മക്സോൾ, ഫ്രം സൺ ഡൗൺ ടു സൺറൈസ്. എക്സ്ട്രീം ഇമാസിയേഷൻ ഓഫ് എൻറ്റയർ ബോഡി. നമ്മൾ നേരത്തെ സർസപാരില്ലയിൽ അത് വിശദമായിട്ട് പറഞ്ഞു അല്ലെ. സിഫിലിനത്തിനും ഉണ്ട്. അത് എങ്ങനെയാ, ഹോൾ ബോഡിയാണ് എമാസിയേഷൻ വരുന്നത്, ലൈക്ക് അബ്രോട്ടാനം ആൻഡ് അയോഡിൻ. ക്രേവിങ് ആൽക്കഹോൾ ഇൻ എനി ഫോം, ഹെറിഡിറ്ററി ടെൻഡൻസി ടു ആൽക്കഹോളിസം. ആൽക്കഹോൾ ഇഷ്ടപ്പെടുന്ന ഏകദേശ റെമഡീസ് എല്ലാം തന്നെ അതിന്റെ ബ്രാക്കറ്റിലുണ്ട്. അസാരം, സോറിനം, ട്യൂബർകുലിനം, സൾഫർ ആൻഡ് സൾഫ്യൂരിക് ആസിഡ്. പിന്നീട് ഹെഡിലാണ്. ഹെഡില് ഹെഡേക്ക്. അപ്പൊ നമുക്ക് സിമ്പിൾ ആയിട്ട് ചിന്തിച്ചാൽ, ഇത്ര ഒരു ബേസിക് നോളജ് കിട്ടിക്കഴിഞ്ഞാൽ സിമ്പിൾ ആയിട്ട് ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും ഹെഡേക്കിന്റെ പെയിൻ എങ്ങനെയായിരിക്കും. ഒരു വൈകുന്നേരം തുടങ്ങി രാത്രി കൂടി രാവിലെ ആവുമ്പോൾ നിൽക്കുന്ന പെയിൻ ആയിരിക്കും അല്ലെ. അപ്പൊ ഇതിനകത്ത് ടിപ്പിക്കലി ടൈം പറയുന്നുണ്ട്. കമൻസിങ് അറ്റ് 4 PM, വേഴ്സ് ഫ്രം 10 to 11 ആൻഡ് സീസിങ് അറ്റ് ഡേ ലൈറ്റ്. ഓക്കെ, ഇനിയിപ്പോ നമ്മൾ 4 PM എന്ന് കേൾക്കുമ്പോഴേ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന ലൈക്കോപോഡിയ അല്ലെ. പക്ഷെ ലൈക്കോപോഡിയത്തിന്റെ ഹെഡേക്ക് ആണെങ്കിൽ ഒരു 10 to 11 PM ആണെങ്കിൽ സ്റ്റോപ്പ് ആവും കേട്ടോ. പിന്നെ മുടി കൊഴിച്ചില്, ഫോളിങ് ഓഫ് ഹെയർ. ഈ സിഫിലിനം ക്ലിനിക്കലി പിന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ അലോപേഷ്യ എന്ന് പറയുന്ന കണ്ടീഷൻ, മുടിയൊക്കെ തീരെ കൊഴിഞ്ഞു പോകുന്ന കേസിൽ ഒരുപാട് സീനിയേഴ്സ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ഒക്കെ കൊടുത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ കേൾക്കുന്നത് സിഫിലിൻ ആണ് അല്ലെ. ഫോളിങ് ഓഫ് ഹെയറിൽ നല്ല ആക്ഷൻ ഉള്ള, ഈവൻ അതൊരു ഓട്ടോ ഇമ്മ്യൂൺ ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ പോലും ആക്ഷൻ ഉള്ള റെമഡിയാണ് സിഫിലിനം എന്ന് പറയുന്നത്. ഇനി ഐസ് നോക്കുമ്പോൾ അക്യൂട്ട് ഒഫ്താൽമിയ, നിയോനെറ്റോറോ ആണ് മെയിൻ ആയിട്ട്. നിങ്ങൾ അതിൽ ടൈം നോട്ട് ചെയ്യുക കേട്ടോ. ായിട്ട് നല്ല ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ തണുത്ത വെള്ളത്തിൽ കുടിച്ചാൽ ഒരു സമാധാനമാണ്. പിന്നെ ടോസിന്റെ റെമഡിയാണ്. എന്തുകൊണ്ടാണ് ടോസിസ് ഉണ്ടാവുന്ന? സുപ്പീരിയർ ഒബ്ലിക് മസിൽസിന്റെ പാരാലിസിസ് കൊണ്ടാണ്. അതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഉറങ്ങിയിരിക്കുന്ന പോലെ ഒരു അവസ്ഥയായിരിക്കും ഉണ്ടാവുക. ട്രയോ ഓഫ് ടോസിസിൽ വരുന്ന റെമഡിയാണ്. ബാക്കി 2 റെമഡി ഏതൊക്കെയാണ്? കോസ്റ്റിക്കം ആൻഡ് ഗ്രഫൈറ്റിസ്. ഡിപ്ലോപ്പിയ ഉണ്ട്. ഡിപ്ലോപ്പിയന്റെ പ്രത്യേകത, ഒരു ഇമേജ് അടുത്തതിന്റെ താഴെയായിട്ടായിരിക്കും കാണുക. 1 image seen below the other. പിന്നെ കോർണിയയില് ഫ്ലൈസെന്റുലാർ ഇൻഫ്ലമേഷൻ പറയുന്നുണ്ട്. അപ്പൊ ഇൻഫ്ലമേഷൻ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമുക്ക് ലൈറ്റ് നോക്കാൻ പറ്റില്ല. ഫോട്ടോഫോബിയ ഉണ്ട്. നന്നായിട്ട് കണ്ണിക്കൂടി വെള്ളം വരികയും ചെയ്യും. പ്രൊഫ്യൂസ് ലാക്രിമേഷനും ഉണ്ട്. ദെൻ ഇയർ നോക്കുക. ഇയറിൽ നോക്കുമ്പോൾ എന്താ, സിഫിലിനമാണ്. അതുകൊണ്ട് തന്നെ ക്യാരീസ് ആണ് ഉണ്ടാവുക. ഓസിക്കിൾസിന്റെ ക്യാരീസ് ഉണ്ട്. ഇയർ ഓഫ് സിഫിലിറ്റിക് ഒറിജിൻ. നോസിൽ നോക്കിയാലും നെയ്സൽ ബോണിന്റെ ക്യാരീസ് ഉണ്ട്. ഹാർഡ് പലേറ്റ് ആൻഡ് സെപ്റ്റം വിത്ത് പെർഫറേഷൻ ആൻഡ് ഒസീന. ദെൻ മൗത്തിൽ നോക്കുമ്പോൾ സിഫിലിനത്തിന്റെ പല്ല് അല്ലെങ്കിൽ പല്ല് വേദന എന്ന് പറഞ്ഞാല് നമ്മള് സ്റ്റഫീനെ ആലോചിച്ചോണം.
അതായത് ഡീകേ അറ്റ് എഡ്ജ് ഓഫ് ദ ഗം ആൻഡ് ബ്രേക്ക് ഓഫ്. എഡ്ജ് ഓഫ് ദ ഗം ആണ് ഡീകേ ആവുന്നത്. ആർ കപ്ഡ് എഡ്ജസ് സെറേറ്റഡ് ഡാഫ്ഡ് ഇൻ. ഞാൻ വായിന്ന് എപ്പോഴും സലൈവ വന്നുകൊണ്ടേയിരിക്കും. ഈവൻ ഉറങ്ങിയാൽ പോലും സലൈവ വന്നുകൊണ്ടിരിക്കും. മക്സോളിനും അങ്ങനെ തന്നെയാണ് അല്ലെ. സിഫിലിസും മക്സോളും ഏകദേശം ഒരേ ഗ്രൂപ്പിൽപ്പെടുന്ന ആൾക്കാരാണ്. അപ്പൊ ഈ മക്സോൾ എന്ന് പറഞ്ഞാലും സലൈവേഷൻ ഉണ്ട്. മെയിൻലി എപ്പോഴാണെന്ന് അറിയാമോ, മൗത്ത് അൾസേഴ്സ് ഒക്കെ വരുമ്പോഴാണ് നല്ല പ്രൊഫ്യൂസ് ആയിട്ട് മക്സോളിന് സലൈവേഷൻ ഉണ്ടാവുക. ഇവിടെ എന്ന് വെച്ചാൽ ഉറങ്ങുമ്പോഴും ഇങ്ങനെ സലൈവ വന്നുകൊണ്ടേയിരിക്കും. ആൽക്കഹോൾ ക്രേവിംഗ് ഉണ്ട്. ആൽക്കഹോൾ ക്രേവിങ്ങിന് നിങ്ങൾ മടക്കത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ദെൻ രക്തത്തില് കുറച്ച് രസമുള്ള സിംറ്റംസ് പറയുന്നുണ്ട്. അത് എക്സാമിന് ചോദിച്ചിട്ടും ഉള്ളതാണ്. ഒബ്സ്റ്റിനേറ്റ് കോൺസ്റ്റിപ്പേഷൻ ഫോർ ഇയേഴ്സ്. വർഷങ്ങളായിട്ട് കൊണ്ട് നടക്കുന്ന കോൺസ്റ്റിപ്പേഷൻ ആണ്. ഇങ്ങനെ രക്തം എന്തോ ഇങ്ങനെ കെട്ടിവെച്ചിരിക്കുന്ന പോലെ, ടൈഡ് അപ്പ് വിത്ത് സ്ട്രിക്ചേഴ്സ്. ഇനിയിപ്പോ നമ്മൾ എനിമ കൊടുത്തു കഴിഞ്ഞാലോ, സാധാരണ എനിമ കൊടുത്താൽ പെയിൻ ഒന്നും അറിയാതെ നമ്മൾ സുഖമായിട്ട് പാസ് ചെയ്യണം അല്ലെ. ഇവിടെ എനിമ കൊടുത്തു കഴിഞ്ഞാല് അഗ്നി ഓഫ് പാസേജ് വാസ് ലൈക്ക് ലേബർ. ഒരു ലേബർ പോലെ ആയിരിക്കും പാസ് ചെയ്യുക. ഇതേപോലെ വരുന്ന 2 റെമഡീസ് പറയുന്നുണ്ട്, ലാക്കനീനം ആൻഡ് ട്യൂബർകുലിനം. മറന്നു പോകരുത് കേട്ടോ. അതും എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ഈ സെന്റൻസ് ഇതേപോലെ തന്നെ ചോദിച്ചിട്ടുള്ളതാണ്. ബ്രാക്കറ്റിലുള്ളതും കൂടി പഠിക്കുക, ലാക്കനീനം ആൻഡ് ട്യൂബർകുലിനം. അപ്പൊ ഇത്രയും കോൺസ്റ്റിപ്പേഷൻ ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്തുണ്ടാവും? ഫിഷേഴ്സ് ഉണ്ടാവും. ഫിഷേഴ്സ് വെൻ ഏനസ് ആൻഡ് റെക്ടം. ഫിഷേഴ്സിന് അടുത്തൊരു നല്ല റെമഡി തൂജയാണ്. റെക്ടൽ പ്രൊലാപ്സ് ഉണ്ടാവും. ഒബ്സ്റ്റിനേറ്റ് കേസസ് വിത്ത് സിഫിലിറ്റിക് ഹിസ്റ്ററി. ദെൻ നേരത്തെ നമ്മൾ പറഞ്ഞ ലൂക്കോറിയ. ലൂക്കോറിയ എങ്ങനെയാണ്? അലൂമിനിയം ആണ് കേട്ടോ ബ്രാക്കറ്റിൽ. അലൂമിനിയനെ പോലെ പ്രൊഫ്യൂസ് ആയിട്ടുള്ള സോക്കിംഗ് ത്രൂ നാപ്കിൻസ് ആൻഡ് റണ്ണിങ് ഡൗൺ ടു ദ ഹീൽ, അങ്ങനെ ഒഴുകി ഇറങ്ങുന്ന പ്രൊഫ്യൂസ് ലൂക്കോറിയാണ് ഉണ്ടാവുക. ഇനി ഇതിന്റെ സീവിയസ്. ഇതിന്റെ സീവിയസും വളരെ ഇമ്പോർട്ടന്റ് ആണ്. കാരണം അവിടെ കുറച്ച് കമ്പാരിസൺ പറയുന്നുണ്ട്. ഹാർട്ടില് നല്ല പെയിൻ ഉണ്ട്, ലാൻസിനേറ്റിംഗ് പെയിൻ ഉണ്ട്. അവിടെ ശ്രദ്ധിക്കേണ്ടത് എവിടെ മുതൽ എവിടെ വരെയാണെന്നുള്ളതാണ്. ഫ്രം ബേസ് ടു അപ്പെക്സ് അറ്റ് നൈറ്റ്. അതാണെങ്കിൽ സിഫിലിനം. ബേസ് ടു അപ്പെക്സ് ആണെങ്കിൽ സിഫിലിനം. എന്നാൽ അപ്പെക്സ് ടു ബേസ് ആണെങ്കിൽ റെമഡി മാറി മെഡോറിനമാണ്. അപ്പെക്സ് ടു ബേസ് ആണെങ്കിൽ മെഡോറിനമാണ്. ഇനി അഥവാ ബേസിൽ നിന്ന് ക്ലാവിക്കിളിലേക്കോ ഷോൾഡറിലേക്കോ പോവുകയാണെങ്കിൽ റെമഡി സ്പൈജീലിയാണ്. അപ്പൊ അത് ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി എക്സ്ട്രിമിറ്റീസ് നോക്കുമ്പോൾ റുമാറ്റിസം ഓഫ് ഷോൾഡർ ജോയിന്റ് ഓർ അറ്റ് ദ ഇൻസേർഷൻ ഓഫ് ഡെൽറ്റോയിഡ്. ഷോൾഡർ ജോയിന്റിന്റെ റുമാറ്റിസത്തിന്റെ റെമഡിയാണ് സിഫിലിനം. പേഷ്യന്റ് എങ്ങനെയാ? ലാറ്ററലി കൈ പൊക്കാൻ പറ്റില്ല, അഗ്രവേഷൻ ആണ്. റൈറ്റ് സൈഡ് ആണെങ്കിൽ സാൻക്യുനേറിയും ലെഫ്റ്റ് സൈഡ് ആണെങ്കിൽ ഫെറമെറ്റും വരുന്നുണ്ട് കേട്ടോ. ഇവർക്ക് എപ്പോഴും ഇങ്ങനെ കൈ കഴുകിക്കൊണ്ടിരിക്കാൻ ഒരു ടെൻഡൻസി ഉണ്ടാവും. ദെൻ സിഫിലിനത്തിന്റെ സ്കിന്നിൽ ഇക്തിയോസിസ് ആണ് ബോറിക്കില് ഏറ്റവും കൂടുതൽ എടുത്തു പറയുന്ന കണ്ടീഷൻ. ഇതിന്റെ ഇറപ്ഷൻസ് ഒക്കെ ഭയങ്കര കോപ്പർ കളേർഡ് ഇറപ്ഷൻസ് ആയിരിക്കും, റെഡ് കോപ്പർ കളേർഡ് ഇറപ്ഷൻസ് ആയിരിക്കും. പക്ഷെ തണുപ്പടിച്ചു കഴിഞ്ഞാൽ സംഭവം ബ്ലൂ കളറായി മാറും. ഇപ്പോ സിഫിലിറ്റിക് അഫെക്ഷൻസ് ആണ് നമ്മൾ നല്ല രീതിയിൽ സെലക്ട് ചെയ്ത റെമഡി ഫെയിൽ ആയാലും നമുക്ക് സിഫിലിനം ചിന്തിക്കാം. അതുപോലെ ഷാങ്കർ ഒക്കെ ലോക്കൽ മീൻസിൽ ട്രീറ്റ് ചെയ്ത് മാറ്റി സപ്രസ് ചെയ്തതിന്റെ ഭാഗമായിട്ട് ത്രോട്ടിലും സ്കിന്നിലും ഒക്കെ വർഷങ്ങളായിട്ട് ട്രബിൾ സഹിക്കുന്ന ആൾക്കാരാണെങ്കിലും സിഫിലിനം കൊണ്ട് നല്ല രീതിയിലുള്ള ബെനിഫിറ്റ് ഉണ്ടാവും. ഇനി ഇതിന്റെ അഗ്രവേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞല്ലോ, നൈറ്റ് ഫ്രം ട്വിലൈറ്റ് ടു ഡേ ലൈറ്റ് ആണ്. ബോറിക്കിൽ ഒരു അമിലറേഷൻ പറയുന്നുണ്ട്. മൗണ്ടെയിൻസ്, മലമുകളിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് അമിലറേഷൻ ആണ്. അതേപോലെ ഡ്യൂറിങ് ഡേ സീക്കെയിൽ കോർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം എഗെയിൻ അനദർ നോസോഡ് ആണ്. സ്പർഡ് റൈ ഓർ എർഗോട്ട് എന്ന് പറയും. റൈ എന്ന് പറയുന്ന ഒരു ഗ്രെയിൻ ആണ് അല്ലെ. ആ ഗ്രെയിനിൽ ഫംഗസ് വന്ന് അറ്റാക്ക് ചെയ്ത് കഴിയുമ്പോഴാണ്
നമ്മള് അതിൽ നിന്നാണ് സീക്വൽ കോർ എടുക്കുന്നത് കേട്ടോ. ഫംഗസ് ഗ്രോത്ത് വിച്ച് അറ്റാക്സ് ദ ഗ്രെയിൻ. അപ്പം മെയിൻ ആയിട്ടും സീക്വൽ കോറിന്റെ ആക്ഷൻ വരുന്നത് 2 സിസ്റ്റത്തിലാണ്, സർക്കുലേറ്ററി സിസ്റ്റം ആൻഡ് നെർവസ് സിസ്റ്റം. ബ്ലഡിലും നെർവസ് സിസ്റ്റത്തിലാണ് ആക്ഷൻ വരുന്നത്. പിന്നെ ഇതെന്താണ് ഉണ്ടാക്കുന്നതെന്ന് വെച്ചാൽ ഇത് എവിടെ ചെന്നാലും കൺട്രാക്ഷൻ ഉണ്ടാക്കി കളയും. കൺട്രാക്ഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് സീക്വൽ കോറിന്റെ ഒരു ഹോബി. പ്രൊഡ്യൂസസ് കൺട്രാക്ഷൻ ഓഫ് നോൺ സ്ട്രയേറ്റഡ് മസിൽ ഫൈബേഴ്സ്. അപ്പോൾ അത് വെച്ചിട്ട് ഇത്ര ഒരു ഐഡിയ വെച്ചിട്ട് തന്നെ നമുക്ക് ബാക്കി സിംറ്റംസ് കണക്ട് ചെയ്ത് പഠിക്കാൻ പറ്റും. മെയിൻ ആയിട്ടും സീക്വൽ കോറ് ഭയങ്കര വൃത്തിയില്ലാത്ത അങ്ങനത്തെ ഉള്ളൊരു വുമൺസിന് അഡാപ്റ്റഡ് ആയിട്ടുള്ള തിൻ സ്ക്രൗണി എന്ന് പറഞ്ഞാൽ വൃത്തിഹീനം എന്നാണ് കേട്ടോ. തിൻ സ്ക്രൗണി, ഫീബിൾ, കാറ്ററ്റിക് അപ്പിയറൻസ്, ഇറിറ്റബിൾ, നെർവസ് ടെമ്പറമെന്റ്, പെയിൽ, സൺകൺ, അനീമിക് ആണ്, വളരെ വിളറി വെളുത്ത് അങ്ങനത്തെ ഇരിക്കുന്ന ഒരു ടൈപ്പ് ആയിരിക്കും. വെരി ഓൾഡ്, ഡിസ്ക്രിപ്റ്റ്, ഫീബിൾ പേഴ്സൺസ്. ഫീബിൾ എന്ന് പറയാൻ കാരണേ ഇവർക്ക് ഒന്നിനോടും അങ്ങനെ റെസ്പോണ്ട് ചെയ്യത്തില്ല. ഈവൻ എവറിത്തിങ് സീംസ് ലൂസ് ആൻഡ് ഓപ്പൺ, നോ ആക്ഷൻ, ഒന്നിനും ഒരു ആക്ഷൻ ഇല്ലാത്ത പോലെയാണ് കിടക്കുന്നത്. വെസൽസ് ഒക്കെ ഫ്ലാബി ആയിരിക്കും. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യും, ഹെമറേജ് പാസീവ് ആയിരിക്കും. ഈ സീക്വൽ കോറ് കൊയാഗുലേഷൻ നടക്കത്തില്ല സീക്വൽ കോറിന്റെ കേസസിൽ. അതുകൊണ്ടാണ് ഈ ഹെമറേജ് അവിടെ ക്രിയേറ്റ് ചെയ്യുന്നത്. കൊയാഗുലേഷന് ആ പ്രോസസ്സിനെ ഇത് ബ്ലോക്ക് ചെയ്ത് കളയും. അപ്പൊ പാസീവ് ഹെമറേജ് അവിടെ ഉണ്ടാവും. കോപ്പിയസ് ഫ്ലോ ഓഫ് തിൻ ബ്ലാക്ക് വാട്ടറി ബ്ലഡ്, ദ കോർപ്പസിൽസ് ആർ ഡിസ്ട്രോയിഡ്. ഇനി ഫിസിക്കൽ ജനറൽസ് നോക്കുമ്പോൾ ഹെമറേജിക് ഡയാത്തസിസ് ആണ്. The slightest wound cause bleeding for week, like lachesis and phosphorus. ഒരു ചെറിയൊരു വൂണ്ട് മതി, പക്ഷെ അത് ആഴ്ചകളോളം ബ്ലീഡ് ചെയ്തുകൊണ്ടേയിരിക്കും. ലാക്കെസിസ് ആൻഡ് ഫോസ്ഫറസ്. Discharge of sanous liquid blood with a strong tendency to putrescence. Tingling in limbs and great debility, especially when the weakness is not caused by previous loss of fluid. ഇവർക്ക് ഉണ്ടാവുന്ന വീക്ക്നെസ് എന്ന് വെച്ചാൽ ഈ ഒരു ഹെമറേജ് കാരണം ഉണ്ടാവുന്ന വീക്ക്നെസ് അല്ല. ശരിക്കും ഒരു എന്താ പറയുക, ഒരു ഫോമിക്കേഷൻ ഫീലിംഗ് ഉണ്ട്. അതായത് സ്കിന്നിനടിയിലൂടെ എന്തോ ഒന്ന് ഇഴഞ്ഞു പോകുന്ന പോലെ ഉള്ള ഒരു ഫീലിംഗ് ഉണ്ടാവും സീക്വൽ കോറിന് എപ്പോഴും. പിന്നെ സീക്വൽ കോർ എന്ന് പറയുമ്പോഴേ നമുക്കറിയാം ഗാംഗ്രീൻ ആണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്, അല്ലെ? ഈ ഗാംഗ്രീൻ എങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് അറിയാമോ? നമ്മുടെ ക്യാപ്പിലറീസിലൊക്കെ, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കൺട്രാക്ഷൻ ഉണ്ടാക്കുന്നത് ഇതിന്റെ ഒരു ഹോബിയാണ്. അപ്പൊ നമ്മുടെ ക്യാപ്പിലറീസിലൊക്കെ ഇത് ചെന്നിട്ട് കൺട്രാക്ഷൻ ഉണ്ടാക്കും. അതും കുറച്ചു നേരത്തേക്കല്ല, പ്രൊലോങ്ഡ് കൺട്രാക്ഷൻ. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും? സർക്കുലേഷൻ തടസ്സപ്പെടും. അതിന്റെ ഭാഗമായിട്ട് ബ്ലഡ് അവിടെ കെട്ടിക്കിടക്കും. Thus, local nutrition is deranged and the part consequences die. അതായത് ആ ഒരു പാർട്ട് പതുക്കെ കൊണ്ട് എന്ത് തുടങ്ങും? അത് ഡെഡ് ആയി പോകും. This action of സീക്വൽ കോർ leads to it use in dry gangrene. ഈ ഒരു ആക്ഷൻ കാരണമാണ് ഇതിനെ ഡൈ ഗാംഗ്രീനില്, എസ്പെഷ്യലി ഓൾഡ് ഏജ് ആയവർക്കുള്ള ഡൈ ഗാംഗ്രീനില് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇവർക്കെന്ന് വെച്ചാൽ ബോഡി മുഴുവൻ ബേണിംഗ് സെൻസേഷൻ ആണ്. അതായത് ഇപ്പൊ നമ്മൾ ഈ കമ്പിത്തിരിയൊക്കെ കത്തിച്ച് സ്വന്തം ദേഹത്തോട്ട് പിടിച്ചു കഴിഞ്ഞാൽ എങ്ങനെ ഇരിക്കും? as if spark of fire were falling on the patients. അവിടെ ബ്രാക്കറ്റില് ആർസാൽവിനും ആ ഒരു ഫീലിംഗ് ആണെന്നാണ് പറയുന്നത്. അത്രയും ഒരു ബേണിംഗ്നെസ് ഉണ്ട്. അൺനാച്ചുറൽ റവീനസ് അപ്പറ്റൈറ്റ് പറയുന്നുണ്ട്. ഇവർക്ക് ക്രേവിങ്സ് പുളിപ്പുള്ള സാധനങ്ങളോടായിരിക്കും. ആസിഡ്സ് ആൻഡ് ലെമണേഡ്സിനോടാണ് സീക്വൽ കോറിന് ക്രേവിംഗ് ഉള്ളത്. Then the skin feels cold to touch, that the patient cannot tolerate covering. നമ്മൾ തൊട്ട് നോക്കിയാൽ നല്ല തണുത്ത് വിറച്ച് ഐസ് പോലെ ഇരിക്കും, പക്ഷെ എന്നാൽ പോലും കവർ ചെയ്യാൻ പേഷ്യന്റിന് ഇഷ്ടമല്ല. ഇപ്പൊ എക്സ്ട്രിമിറ്റീസ് ഒക്കെ ഭയങ്കര കോൾഡ് ആയിരിക്കും. ഹിപ്പോക്രാറ്റിക് ഫേസ് ആണ്, അതായത് ഒരു അനീമിക് വന്ന പോലെ, അനീമിയയുടെ ഫീച്ചേഴ്സ് ഒക്കെ കാണിക്കുന്ന ഒരു വിളറിയ മുഖമായിരിക്കും. സൺകൺ ഐസ്, ബ്ലൂ റിംഗ് അറൌണ്ട് ഐസ് ഒക്കെ കാണും. ഇനി നമ്മൾ GIT നോക്കുമ്പോൾ ഡയേറിയ ഉണ്ട്. ഡയേറിയ ബോറിക്കിൽ ഇതിന് ഒലിവ് ഗ്രീൻ അപ്പിയറൻസ്, ഒലിവ് ഗ്രീൻ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഒലിവ് ഗ്രീൻ ഡയേറിയ ആണ്. പക്ഷെ ഇവിടെ വന്നിട്ട് കീനോട്ടിൽ പറയുന്നത് ബ്രൗണിഷ് ആണ്. പ്രൊഫ്യൂസ് വാട്ടറി പ്യൂട്രിഡ് ബ്രൗൺ, ഡിസ്ചാർജ് വിത്ത് ഗ്രേറ്റ് ഫോഴ്സ്. ഭയങ്കര ഫോഴ്സിൽ പുറത്തേക്ക് പോകും. ലൈക്ക് റെമഡിയുടെ പേര് ഒരു മിനിറ്റ്, ഗംബോഗിയ ആൻഡ് ക്രോട്ടാലസ് ഹോറിഡസ്. അതുപോലെ ഗ്രേറ്റ് ഫോഴ്സിൽ വരുന്ന ഡയറിയ ആയിരിക്കും. എന്നാൽ പെയിൻലെസ് ആണ്.
അത് പ്രത്യേകം നോട്ട് ചെയ്യുക. പെയിൻലെസ് ആണ്, വെരി എക്സോസ്റ്റിംഗ് ആണ്. ഏനസ് ഇങ്ങനെ ഓപ്പൺ ആക്കി വെച്ച പോലെ. നമുക്ക് നേരത്തെ നമ്മൾ ഫിസിക്കൽ ജനറൽസി പറഞ്ഞല്ലോ, എവറിത്തിങ് സീംസ് ലൂസ് ആൻഡ് വൈഡ് ഓപ്പൺ, അതുപോലെ ഇരിക്കും. അപ്പൊ അറിയാണ്ട് ഇൻവോളണ്ടറി ആയിട്ട് പൊക്കോണ്ടിരിക്കുകയാണ്. ഇത് ബ്രാക്കറ്റിൽ പറയുന്ന റെമഡി എപ്പിസ് ആൻഡ് ഫോസ്ഫറസ് ആണ്. കൊളാപ്സ് ഇൻ കോളറ ഡിസീസ്, സ്കിൻ കോൾഡ്, ഇറ്റ് കനോട്ട് ബെയർ ടു ബി കവേർഡ്. കോളറയിലെ കൊളാപ്സ് എത്തുന്ന സ്റ്റേജിൽ, കൊളാപ്സ് ആയി, കോളറ വന്ന് കണ്ടിന്യൂസ് ആയിട്ട് കോളറ ഉണ്ടായി കൊളാപ്സിലേക്ക് പോയി, സ്കിന്നൊക്കെ ഭയങ്കര തണുത്തിട്ടാണ്, എന്നാലും പേഷ്യന്റ് കവർ ചെയ്യില്ല. അപ്പൊ നമുക്ക് CKL കോർ ചിന്തിക്കാം. പക്ഷേ ആരെ പോലെ? ക്യാംഫറിനെ പോലെ. പക്ഷെ എന്നാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക, ബോറിക്കിൽ പറയുന്നുണ്ട് ക്യാംഫറും CKL കോറും ആന്റിഡോട്ട് ആണ് കേട്ടോ. ആന്റിഡോട്ട് ചെയ്യുന്ന റെമഡിയാണ് ക്യാംഫർ. ഒരു റെമഡി കൂടി ഉണ്ട്, ഓപ്പിയം. ക്യാംഫറും ഓപ്പിയവും CKL കോറിന് ആന്റിഡോട്ട് ആണ്. Urinary enuresis of old people, urine pale, watery or bloody, urine suppressed. ഒന്നും വലിയ കാര്യമില്ല. യൂറിനറി നമുക്ക് അങ്ങനെ വലിയ ഇമ്പോർട്ടന്റ് അല്ല. ദെൻ ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിൽ ലൂക്കോറിയ വരുന്നുണ്ട്. ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. കാരണം എന്താണെന്നറിയാമോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൺട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യാനുള്ള കഴിവുണ്ട് ആർക്ക്? CKL കോറിന്. അപ്പോ ഈ ലൂക്കോറിയയുടെ കളർ ഓർത്തു വെച്ചിരിക്കുക. ഗ്രീൻ ആണ്, ബ്രൗൺ, ഒഫൻസീവ് ആണ്. നമ്മൾ നേരത്തെ സ്റ്റൂളും ഒലിവ് ഗ്രീൻ ആണെന്ന് പറഞ്ഞിരുന്നു. മെൻസസ് വന്നിട്ട് ഇറഗുലർ ആണ്, കോപ്പിയസ്, ഡാർക്ക് ഫ്ലൂയിഡ് വിത്ത് പ്രസ്സിംഗ്, ലേബർ ലൈക്ക് പെയിൻ ഇൻ അബ്ഡോമൻ. ലേബർ ലൈക്ക് പെയിൻ ആണ്, അത്രയും സീരിയസ് ആയിട്ടുള്ള പെയിൻ ആയിരിക്കും മെൻസസിന്റെ ടൈമിൽ. കണ്ടിന്യൂസ് ഡിസ്ചാർജ് ഓഫ് വാട്ടറി ബ്ലഡ് അണ്ടിൽ നെക്സ്റ്റ് പീരീഡ്. അടുത്ത പീരീഡ് ആവുന്നത് വരെ വാട്ടറി പോലെ, വെള്ളം പോലെ ഒരു ബ്ലഡി ഡിസ്ചാർജ് ഉണ്ടാവും. ത്രെറ്റൻഡ് അബോർഷൻ എസ്പെഷ്യലി അറ്റ് ദ 3rd month. സെയിം സിംറ്റംസ് സബൈനയിലാണ് വരുന്നത്. പ്രൊലോങ്ഡ് ബിയറിംഗ് ഡൗൺ പെയിൻ, ഫോഴ്സിങ് പെയിൻ, അതായത് കൺട്രാക്ഷൻ ക്രിയേറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് ഈ ഒരു ത്രെറ്റൻഡ് അബോർഷൻ അവിടെ ഉണ്ടാവുന്നത്. 3rd month ത്രെറ്റൻഡ് അബോർഷൻ ക്രിയേറ്റ് ചെയ്യും. പ്രൊലോങ്ഡ് ബിയറിംഗ് ഡൗൺ ഫോഴ്സ്, ഫോഴ്സിങ് പെയിൻ. അതുപോലെ ഇപ്പൊ ഒരു അബോർഷൻ ഉണ്ടായെന്നിരിക്കട്ടെ, അപ്പോ ഇത് കംപ്ലീറ്റ് ആയിട്ട് എക്സ്പെൽ ചെയ്യുന്നില്ല. കാരണം ആ ഒരു ഫീമെയിലിന് അതിനുള്ള കഴിവില്ല, അത് എക്സ്പെൽ ചെയ്ത് പോകാനുള്ള പവർ ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ CKL കോർ കൊടുത്താല് പെട്ടെന്ന് വളരെ എളുപ്പത്തിൽ അത് എക്സ്പെൽ ചെയ്ത് പുറത്തേക്ക് വരും എന്നാണ് പറയുന്നത്. ഡ്യൂറിങ് ലേബറിന്റെ സമയത്തും പെയിൻ ഇറഗുലർ ആണ്, അതായത് നല്ലൊരു കൺട്രാക്ഷൻ ഉണ്ടാവുന്നില്ല, വളരെ വീക്ക് ആണ്, ഫീബിൾ ഓർ സീസിങ് ആണ്. എവറിത്തിങ് സീംസ് ലൂസ് ആൻഡ് ഓപ്പൺ ബട്ട് നോ എക്സ്പെൽസീവ് ആക്ഷൻ. അങ്ങനെയാണെങ്കിൽ CKL കോർ കൊടുത്താൽ അവിടെ എന്ത് നടക്കും? കൺട്രാക്ഷൻ നടക്കും. അതുപോലെ ആഫ്റ്റർ പെയിൻ, അതായത് ഡെലിവറി കഴിഞ്ഞ് പ്ലാസിന്റെ പുറത്ത് വരാനായിട്ടും വളരെ ഒരുപാട് സമയം എടുക്കുന്നു, ഒരുപാട് പെയിൻഫുൾ ആണെങ്കിൽ അവിടെയും CKL കോറിന് ആക്ഷൻ ഉണ്ട്. സപ്രഷൻ ഓഫ് മിൽക്ക് സപ്രസ് ചെയ്ത് ഇതാക്കുക. അതുപോലെ തിൻ സ്ക്രൗണി ആയിട്ടുള്ള, അതായത് വൃത്തിഹീനമായിട്ടുള്ള, വളരെ മെലിഞ്ഞ അങ്ങനത്തെ സ്ത്രീകൾക്ക് മിൽക്കിന്റെ സപ്രഷൻ ഉണ്ടാകുമ്പോൾ ബ്രസ്റ്റ് ഡു നോട്ട് പ്രോപ്പർലി ഫിൽ, ആവശ്യത്തിനുള്ള മിൽക്കിന്റെ പ്രൊഡക്ഷൻ അവിടെ ഉണ്ടാകുന്നില്ല എന്നുണ്ടെങ്കിലും CKL കോർ ഇൻഡിക്കേറ്റഡ് ആണ്. ശരിക്കും ആ കൺട്രാക്ഷൻ ഉണ്ടാക്കുന്നു എന്നുള്ളത് മനസ്സിൽ വെച്ചിരുന്ന നമുക്കിത് വായിക്കുമ്പോൾ അത് കണക്ട് ചെയ്തെടുക്കാൻ പറ്റും. പിന്നെ നമ്മൾ സ്കിന്നിൽ പറഞ്ഞല്ലോ, സ്കിന്നില് ഗാംഗ്രീൻ ആണ്, ഡ്രൈ ആണ്, സെനൈൽ ടൈമിൽ ഉണ്ടാവുന്ന ഗാംഗ്രീൻ ആണ്, അഗ്രവേഷൻ ഫ്രം എക്സ്റ്റേണൽ ഹീറ്റ്. ഇവിടെ ഞാനൊരു കേസ് പറയാം. നമ്മൾ ഈ CKL കോർ വെരിക്കോസ് അൾസറിനും ഇൻഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു റെമഡിയാണ് കേട്ടോ. വെരിക്കോസ് അൾസറിനും ബോറിക്കിൽ പറയുന്നുണ്ട്. അപ്പൊ ഒരു വെരിക്കോസ് അൾസറിന്റെ കേസിലുള്ള ഒരു പേഷ്യന്റ് ഉണ്ടായിരുന്നു. അപ്പൊ ലാക്ടസിസ് ഒക്കെ കൊടുത്ത് ലാക്ടസിസും ആസിഡ് നൈട്രിക്കവും പോയി നല്ലപോലെ ക്യൂർ ആയൊരു കേസായിരുന്നു. അപ്പം അങ്ങനെ പുള്ളിക്കാരൻ ഒരു ആശാരിയാണ്. അപ്പം ജോലി ചെയ്യുന്നതിന്റെ ഇടയ്ക്ക് കാലില് എന്തോ ഒരു സാധനം കുത്തിക്കേറി. അപ്പൊ പുള്ളിക്കാരൻ എന്ത് ചെയ്തു? നൈസായിട്ട് അതങ്ങ് ഊരി വലിച്ച് കളഞ്ഞു. വെരിക്കോസ് ഹീൽ ആയില്ലായിരുന്നെങ്കിൽ ആ മനുഷ്യൻ കുറച്ചുകൂടി കെയർ ചെയ്ത്, അതായത് ഹീൽ 2 ദിവസം കഴിഞ്ഞപ്പോ സംഭവം നന്നായിട്ട് പഴുത്തു. TT എടുത്തിട്ടില്ലല്ലോ, നന്നായിട്ട് പഴുത്ത് നല്ല പനിയായി, ടെമ്പറേച്ചറും പ്രഷറും ഒക്കെ ആയി. ആള് ഏകദേശം പിച്ചും പേയൊക്കെ പറയുന്ന ഒരു സ്റ്റേജിലേക്ക് എത്തി. അപ്പൊ ആളെ നേരെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി. ഡയബറ്റിക് ആണ്, ഇൻസുലിൻ എടുക്കുന്ന ആളും കൂടിയാണ്. അപ്പോ അപ്പൊ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു, ഇത് സംഭവം തുറന്ന് നോക്കണം, ഉള്ളിലേക്ക് പോയിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ
ഒരുപക്ഷെ ഇപ്പൊ തുടക്കത്തിൽ ആ ഒരു വിരലിന്റെ കാലിലെ വിരലിന്റെ താഴ്ഭാഗത്ത്, തള്ള വിരലിന്റെ തൊട്ടപ്പുറത്തെ വിരലുണ്ടല്ലോ, അതിന്റെ താഴ്ഭാഗത്തേക്കാണ് ഈ വൂണ്ട് ഉണ്ടായത്. അപ്പൊ ഒന്നുകിൽ ആ ഒരു വിരൽ പോവും, വിരൽ എന്തായാലും ഉറപ്പായിട്ടും പോവും. പക്ഷെ ഇത് തുറന്ന് നോക്കിയാലേ നമുക്ക് അറിയുള്ളൂ ഡീപ്പായിട്ട് ഗാംഗ്രീൻ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ കാല് മൊത്തത്തിൽ പോകും എന്ന് പറഞ്ഞു. ഇവരാകെ ടെൻഷനായി. അങ്ങനെ ഇരിക്കുമ്പോൾ നോക്കിയിട്ട് ആ വൂണ്ട് ഒന്ന് ക്ലീൻ ചെയ്യാൻ നോക്കിയിട്ട് പുള്ളിക്കാരി ഭയങ്കര നിരാശയിൽ വന്ന് പറഞ്ഞു, രക്ഷയില്ല, ഇതെന്തായാലും സർജറി തന്നെ ഫുൾ എടുത്ത് കളയേണ്ടി വരും എന്നുള്ളൊരു ഒപ്പീനിയൻ ആയിരുന്നു. അപ്പൊ ഇവര് ഭയങ്കരമായിട്ട് മനസ്സ് തളർന്നു പോയി. അപ്പൊ ഇത് സർജറി ചെയ്യുന്ന ആ ഡോക്ടർ 2 ദിവസത്തേക്ക് ലീവാണ്. അപ്പൊ ഇവർ എന്നെ കോൺടാക്ട് ചെയ്തു, ഡോക്ടർ ഇതുപോലെയാണ്, കാല് കളയേണ്ടി വരും എന്നാണ് പറയുന്നത്. അപ്പൊ ഈ CKL കോർ ഒന്ന് ട്രൈ ചെയ്യും. 30 ആണ് കൊടുത്തത്, റിപ്പീറ്റഡ് ആയിട്ട് കൊടുത്തു. അവരോട് റിപ്പീറ്റഡ് ആയിട്ട് CKL കോർ കഴിക്കാൻ പറഞ്ഞു 30-ല്. അപ്പോൾ ആള് വന്ന് മരുന്ന് മേടിച്ചിട്ട് പോയി. പക്ഷേ 2 ദിവസം കഴിഞ്ഞു ഡോക്ടർ വൂണ്ട് ക്ലീൻ ചെയ്ത് അത് അത്യാവശ്യം ഒന്ന് തുറന്നെത്തിയിട്ട് പുള്ളിക്കാരി പറഞ്ഞു, കാല് സേഫ് ആണ്, കാലിന് ഒരു കുഴപ്പമില്ല, നമുക്ക് ആ ഒരു വിരൽ മാത്രം അവിടെ നിന്ന് എടുത്താൽ മതിയാവും എന്നുള്ളത്. അത് അവിടെ ഗാംഗ്രീനെ അറസ്റ്റ് ചെയ്യാനുള്ള പവർ ആർക്കുണ്ട്? നമ്മുടെ CKL കോറിനുണ്ട്. അപ്പോ ഭയങ്കര എന്താ പറയാ, മിറക്കിൾ ഒക്കെ നടക്കാൻ ശേഷിയുള്ള റെമഡീസ് ആണ്. അപ്പൊ ഓരോ ഡ്രഗ് നമ്മൾ പഠിക്കുമ്പോഴും ആ ഡ്രഗ് കുറച്ചൊന്ന് ഡീപ്പായിട്ട് പഠിക്കുക. ഡീപ്പായിട്ട് പഠിക്കാനുള്ള വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പുസ്തകങ്ങൾ അഡീഷണൽ നിന്ന് റെഫർ ചെയ്യാന്നുള്ളതാണ്. ഇപ്പൊ നമുക്ക് ഈ ഒരു 6 മാസം PSCക്ക് ട്രൈ ചെയ്യുമ്പോൾ അതിനുള്ള ടൈം ഇല്ല. എന്നാൽ പോലും അത് കഴിഞ്ഞിട്ടാണെങ്കിൽ ശരി തന്നെ, നമ്മൾ പഠിക്കുമ്പോൾ കുറച്ചും കൂടി ഒന്ന് ആഴത്തിൽ പഠിച്ചാൽ ഇതൊക്കെ നമുക്ക് ഓർത്ത് വെക്കാൻ പറ്റും. നമുക്ക് തന്നെ ഇതിന്റെ സിംറ്റംസ് അത് ഇതുകൊണ്ട് ഇത് വരും എന്ന് പറയാൻ പറ്റും. ഇപ്പൊ പഠിക്കുമ്പോൾ അങ്ങനെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. നിങ്ങളുടെ പ്രാക്ടീസിന് MO ആയി കഴിഞ്ഞാലും നിങ്ങളുടെ മുന്നിൽ എത്തുന്ന പേഷ്യൻസിന് കംപ്ലീറ്റ് ആയിട്ട് ക്യൂർ കൊടുക്കാൻ, വണ്ടർഫുൾ ക്യൂർ കൊടുക്കാനായിട്ട് നമുക്ക് ഹെൽപ്പ് ചെയ്യും. മറന്നു പോകരുത്, കെന്റിന്റെ ലെക്ചേഴ്സും നാഷും ഫാരിങ്ടണും ഇത് 3 ജംസ് ആണ് നമ്മുടെ പ്രാക്ടീസിന് വേണ്ടിയിട്ടുള്ള. ഞാൻ പറയുന്നത് ക്വിക്ക് പ്രിസ്ക്രിപ്ഷന് വേണ്ടിയിട്ടുള്ള മെഡിസിൻസ് അല്ല, അല്ലാതെ ഡീപ്പായിട്ട് ഒരു ഡ്രഗിനെ അറിഞ്ഞ് പ്രിസ്ക്രൈബ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന 3 ബുക്കുകൾ ഇതൊക്കെ ആയിരിക്കും. അപ്പൊ തിരിച്ചു വരാം. സ്കിന്നിൽ ഗാംഗ്രീൻ ഉണ്ടെന്ന് നമ്മൾ പറഞ്ഞു. ലാർജ് എക്കൈമോസിസ് ആൻഡ് ബ്ലഡ് ബ്ലിസ്റ്റേഴ്സ് ഓഫൻ കമൻസ്മെന്റ് ഓഫ് ഗാംഗ്രീൻ. അതായത് ഗാംഗ്രീൻ തുടങ്ങുന്നതിന് മുമ്പായിട്ട് എന്തുണ്ടാവുക? ബ്ലഡ് ബ്ലിസ്റ്റേഴ്സും എക്കൈമോസിസും ഒക്കെ ഉണ്ടാവുക. ബോയിൽസ് സ്മോൾ പെയിൻഫുൾ വിത്ത് ഗ്രീൻ കണ്ടന്റ്. ഇവിടെയും ഗ്രീൻ വരുന്നുണ്ട്, ലൂക്കോറിയയിലും ഗ്രീൻ വരുന്നുണ്ട്, സ്റ്റൂളിലും ഒലിവ് ഗ്രീൻ വരുന്നുണ്ട്, ബോയിൽസിൽ ഗ്രീൻ കണ്ടന്റ്. അപ്പൊ അത്രയും ഇൻഫെക്ഷൻ ഉണ്ട് എന്നാണ് അവിടെ കാണിക്കുന്നത്. മച്യൂർ വെരി സ്ലോലി ആൻഡ് ഹീൽ ഇൻ ദ സെയിം മാനർ, വെരി ഡെബിലിറ്റേറ്റിംഗ്. മച്യൂർ ആവുന്നതും വളരെ പതുക്കെ ആയിരിക്കും, ഹീൽ ചെയ്യുന്നതും അത്രയും ടൈം എടുത്തിട്ടായിരിക്കും. ഇനി മൊഡാലിറ്റി നോക്കിയാൽ അഗ്രവേഷൻ ഹീറ്റ് ആണ്. വാംത് ഫ്രം കവറിംഗ് ഓഫ് ഓൾ അഫക്റ്റഡ് പാർട്ട് ഇൻ ഓൾ ഡിസീസ് വേഴ്സ് ഫ്രം ഹീറ്റ്. ചൂട് പറ്റില്ല, ചൂട് പറ്റത്തേ ഇല്ല CKL കോർ ആണെങ്കിൽ. അപ്പൊ അമിലറേഷൻ നേരെ അതിന്റെ ഓപ്പോസിറ്റ്. കോൾഡ് എയർ ഇവർക്ക് അമിലറേഷൻ ആണ്. ഗെറ്റിംഗ് കോൾഡ്, അൺകവറിംഗ് ദ അഫക്റ്റഡ് പാർട്ട്, റബ്ബിംഗ്. അതുപോലെ ബോറിക്കിൽ വേറൊരു അമിലറേഷൻ കൂടി പറയുന്നുണ്ട്, അതായത് ആംസ് സ്ട്രെച്ച് പാർട്ട്, അതും ഇവർക്ക് അമിലറേഷൻ ആണ്. അതുപോലെ ഇവര് CKL കോറിന്റെ ഫിംഗേഴ്സ് ഇവരെപ്പോഴും ഇങ്ങനെ വൈഡ് അപ്പാർട്ട് ആക്കി പിടിക്കാൻ ഒരു ടെൻഡൻസി ഉണ്ട് കേട്ടോ. അതുപോലെ ഈ ഫോമിക്കേഷൻ സെൻസേഷനും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇങ്ങനെ ദേഹത്തൂടി എന്തോ ഇഴഞ്ഞു പോകുന്ന പോലെ ഒരു സെൻസേഷൻ മിക്ക അസുഖങ്ങളിലും ഇവർ കൂടെ പറയാനുള്ളൊരു ടെൻഡൻസി ഉണ്ട്. അപ്പൊ ഇതാണ് CKL കോർ. ഏകദേശം എന്തെങ്കിലുമൊക്കെ കിട്ടിയെന്ന് വിചാരിക്കണു. ഇനിയിപ്പോ ഇന്ന് തന്നെ നിങ്ങൾ ഈ 3 റെമഡി പോയിട്ടൊന്ന് വായിക്കുകയാണ്, ഇന്ന് തന്നെ ഇത് പഠിക്കാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി ഡീപ്പായിട്ട് മറന്നു പോവാതെ പഠിക്കാനായിട്ട് പറ്റും. MCQ പോയിന്റ് ഓഫ് വ്യൂയിലെക്കാട്ടിലും ക്ലിനിക്കലാണ് എനിക്ക് കുറച്ചും കൂടി പറ്റുക. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പറഞ്ഞത്. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു ഡോക്ടർ തുഷാര. ഒരു ഡിസ്കഷൻ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ 10 മിനിറ്റ് അല്ലെങ്കിൽ മാക്സിമം 5 മിനിറ്റ് സമയം എടുക്കാം. അത് കഴിയുമ്പോൾ ഡോക്ടർ സമീഹയുടെ എൻഡോക്രൈനോളജി ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നു. ഡോക്ടർ സമീഹ, പ്ലീസ് ഗെറ്റ് റെഡി. എന്തെങ്കിലും ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഈ പറഞ്ഞ സംശയങ്ങളോ ഉണ്ടെങ്കിൽ പറയാം. ബന്ധപ്പെട്ട കാര്യങ്ങൾ, നമ്മുടെ PSC ആയിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, കേസസ് ഒക്കെ ഒരുപാട് CKL കോറിന്റെ കേസോ സർസെപ്റ്റാറിന്റെ ചെയ്യാനുണ്ടാകും. അത് നമുക്കിപ്പോൾ ഒരു സമയം അല്ലാത്തതുകൊണ്ട് നമ്മളത് എന്റർടൈൻ ചെയ്യുന്നില്ല.
തന്നെ അൺമ്യൂട്ട് ചെയ്ത് സംസാരിക്കാൻ പറ്റും. ഡോക്ടർ ഇമാസിയേഷൻ സർസപ്പാരല പറഞ്ഞപ്പോൾ പറഞ്ഞ ഇമാസിയേഷന്റെ ബാക്കി റെമഡീസ് ഒന്നുകൂടെ ഇമാസിയേഷന്റെ പറയാമേ. സർസപ്പാരല ആണെന്നുണ്ടെങ്കിൽ ഇമാസിയേഷൻ ഹോൾ ബോഡി ഉണ്ട്, പക്ഷെ ഇമാസിയേഷൻ വരുമ്പോൾ സ്കിൻ ഇങ്ങനെ ചുളുങ്ങിയിട്ട് ഫോൾഡുകളിലെല്ലാം ഇങ്ങനെ തൂങ്ങി നിൽക്കും. അങ്ങനെയായിരിക്കും വരിക. നെക്കാണ് കൂടുതലായിട്ട് സർസപ്പാരലേക്ക് ഇമാസിയേറ്റ് ചെയ്യുക, ലൈക്ക് നാട്രിമൂറിനെ പോലെ. എന്നാൽ സാനിക്കുല നാട്രിമൂറിനും ലൈക്കോപോഡിയത്തിനും ഇമാസിയേഷൻ ഒരു സ്പെഷ്യൽ ടെൻഡൻസി കാണിക്കുന്നുണ്ട്. എബോവ് ഡൗൺവേർഡ്, മുകളിൽ നിന്ന് താഴേക്കായിരിക്കും ഇമാസിയേഷൻ വരിക. അബ്രോട്ടാനോ ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ്, ബിലോ ഡൗൺവേർഡ്. അത് അബ്രോട്ടാനത്തിന്റെ കാല് നല്ലതായിട്ട് മെലിഞ്ഞിരിക്കും എന്ന് ഓർത്താൽ മതി. ബിലോ ഡൗൺവേർഡ് ആയിരിക്കും ഇമാസിയേഷൻ വരുന്നത്. പിന്നെ അയഡിൻ ആണെങ്കിൽ ജനറൽ ഇമാസിയേഷൻ ആണ്. എബോവ് ഡൗൺവേർഡ് എന്നോ ബിലോ ഡൗൺവേർഡ് എന്നോ ഒന്നുമില്ല, ജനറൽ ഇമാസിയേഷൻ ആണ്. പക്ഷെ അവർക്ക് എപ്പോഴും ഭക്ഷണം കഴിച്ചുകൊണ്ടേയിരിക്കണം. നാട്രിമൂറും അങ്ങനെ തന്നെ, ഈറ്റ് ആൻഡ് ഇമാസിയേറ്റ് ഓൾ ദ ടൈം എന്നാണ് പറയാ. എപ്പോഴും കഴിച്ചുകൊണ്ടിരിക്കും, എപ്പോഴും മെലിഞ്ഞുകൊണ്ടിരിക്കുകയും ചെയ്യും. പ്രധാനമായിട്ടും സർസപ്പാരലിനെ പോലെ നെക്കിന്റെ പോർഷൻ ആണ് മെലിയ. ദെൻ അർജന്റൻ നൈട്രിക് ആണെന്നുണ്ടെങ്കിൽ ഓൾഡ് ലുക്കിംഗ് ഇമാസിയേറ്റഡ് ചൈൽഡ് ലുക്ക് ലൈക്ക് മമ്മി, ഒരു മമ്മിയെ പോലെ ഇരിക്കും കുട്ടി. താങ്ക് യു ഡോക്ടർ. ഡോക്ടറെ, സോഴ്സ് ബുക്കിൽ എത്ര ഡ്രഗ്സ് ഉണ്ടെന്നുള്ളത് ഒന്നുകൂടെ പറയാമോ? ഓക്കെ. സോഴ്സ് ബുക്കില് ആദ്യം എൻസൈക്ലോപീഡിയ ഓഫ് പ്യൂർ മെറ്റിരമെഡിക്ക, അതാണ് നമ്മൾ മെയിൻ ആയിട്ടുള്ള ഫസ്റ്റ് സോഴ്സ് ബുക്ക് പഠിക്കണേ. അത് TFL എന്നാണ് എഴുതിയത്. അതിനകത്ത് 1039 മെഡിസിൻസ് ആണ് ഉള്ളത്. 12 വോളിയം ഉണ്ട്. 10 വോളിയം എന്ന് പറഞ്ഞാലും കറക്റ്റ് ആണ്, കാരണം ലാസ്റ്റ് 2 വോളിയം സിംറ്റം രജിസ്റ്റർ ആണ്, റെപ്പർട്ടറി പാർട്ടായിട്ടാണ് കണക്കാക്കുന്നത്. ഇനി അടുത്തത് ഹെറിങ്ങിന്റെ ഗൈഡിങ് സിംറ്റത്തില് 10 വോളിയം ഉണ്ട്, 410 മെഡിസിൻസ് ഉണ്ട്. ദെൻ കെന്റിന്റെ ലെക്ചേഴ്സ് ഒറ്റ വോളിയമേ ഉള്ളൂ, 205 മെഡിസിൻസ്, 205 മെഡിസിൻസ്. നാഷിന്റെ ലീഡേഴ്സ് ഓഫ് ഹോമിയോപ്പതിക് തെറാപ്യൂട്ടിക്സില് 229 മെഡിസിൻസ്, 229 മെഡിസിൻസ് ആണ് നാഷിൽ വരുന്നത് കേട്ടോ. പിന്നെ നാഷില് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, നാഷ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഏത് റെമഡിയിലാണ് എന്നുള്ളത് കേട്ടോ. അത് നക്സോമിക്കയാണ്. എൻഡ് ചെയ്യുന്ന മെഡിസിൻ റഫാനസ് ആണ്. നാഷില് നക്സോമിക്കയിൽ തുടങ്ങി റഫാനസില് എൻഡ് ചെയ്യും. പിന്നെ നമ്മുടെ ബോറിക് ദ പോക്കറ്റ് മാനുവൽ ഓഫ് ഹോമിയോപ്പതിക് മെറ്റിരമെഡിക്ക, അതിനകത്ത് 728 മെഡിസിൻ, 728 മെഡിസിൻസ് ആണ് ഉള്ളത്. പിന്നെ ഹോമിയോപ്പതിക് ഡ്രഗ് പിക്ചേഴ്സ് ML ടൈലറിന്റെ 113 മെഡിസിൻസ്. മെറ്റിരമെഡിക്ക പ്യൂറയില് 67 മെഡിസിൻസ്. ക്രോണിക് ഡിസീസില് 47 മെഡിസിൻസ്. നമ്മുടെ സ്വന്തം അലൻസ് കീനോട്ടില് 188 മെഡിസിൻസ്, 188 മെഡിസിൻസ്. ഒരു ഹോമിയോ മെഡിക്കൽ ഓഫീസർക്ക് ഈ കണക്കുകളൊന്നും അറിയേണ്ട കാര്യമില്ല എങ്കിൽ പോലും പലപ്പോഴും നമ്മുടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസിനകത്ത് ഇതൊക്കെ ഉണ്ടാകാറുണ്ട്. തീർച്ചയായിട്ടും ഇതൊക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് പഠിക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ ഈ പറഞ്ഞതുപോലെ നാഷിലെ ഫസ്റ്റ് മെഡിസിൻ അങ്ങനെയൊന്നും ചോദിക്കണമെന്നില്ല, പക്ഷെ ചോദിച്ചുകൂടായികയില്ല. അത്തരത്തിലുള്ള ചോദ്യങ്ങൾക്ക് പലപ്പോഴും പ്രസക്തിയുണ്ട്. മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, ഇതുപോലെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പലപ്പോഴും കാണാറുണ്ട്. നമ്മുടെ PSCക്ക് പലപ്പോഴും സംഭവിക്കുന്നത് ഔട്ട് ഓഫ് കേരള ആളുകളായിരിക്കും, ഔട്ട് ഓഫ് കേരള ഉള്ളവരായിരിക്കും ക്വസ്റ്റ്യൻസ് ഇടുന്നത്. അപ്പോൾ അവർ തന്നെ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇനി എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ ആർക്കെങ്കിലും? ഈ പറഞ്ഞ മെഡിസിൻസിനെ കുറിച്ച് എന്തെങ്കിലും അഡീഷൻസോ എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിഫിക്കേഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കാം. ഡോക്ടർ N സമീഹ, എൻഡോക്രൈനോളജി, നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരുന്ന എൻഡോക്രൈനോളജി ക്ലാസിന്റെ ഒരു പാർട്ട്, ഗൊണാഡ്സ്, ടെസ്റ്റിസ് ആൻഡ് ഓവറി ആൻഡ് അനാറ്റമി യുടെ ഡീറ്റെയിലിംഗ് ആണ്. സമീഹ ഡോക്ടർ റെഡി ആണല്ലോ അല്ലേ? ഡോക്ടർ നല്ല തിരക്കുള്ള പ്രാക്ടീഷണറാണ്. പേഷ്യൻസ് വന്നിടയ്ക്ക് ഡിസ്റ്റർബ് ചെയ്താൽ ഒരു പക്ഷേ ബ്രേക്ക് ആവും. ആളുകളെ ഏർപ്പാട് ചെയ്തിട്ടുണ്ടല്ലേ? ഡോക്ടർ തുഷാരയുടെ ക്ലാസ്സിൽ എന്തെങ്കിലും ആഡ് ചെയ്യാനില്ലെങ്കിൽ നമുക്ക്
സമീഹയുടെ ക്ലാസ്സിലേക്ക് പോകാം. എന്ത് പറയുന്നു? സർ, ML ടൈലറിന്റെ ബുക്കിൽ എത്ര ഡ്രഗ്സ് ഉണ്ടെന്ന് ഒന്നുകൂടെ പറയാവോ? 113 113. താങ്ക് യു. എല്ലാവരും ഓറിക്കിൽ എത്ര ഡ്രഗ് ഉണ്ട് എന്നുള്ള ചോദ്യങ്ങൾ ഇനി അങ്ങനെ ഒരുപാട് അങ്ങനെ നോക്കണ്ട. എങ്കിൽ ഈ പറഞ്ഞ ആദ്യത്തെ ഫലന്റെ അതുപോലുള്ള പ്രധാനപ്പെട്ട ടെക്സ്റ്റ് ബുക്കിലെ കണക്കുകൾ മതി. എല്ലാം കൂടെ നമ്മൾ ആ രീതിയിൽ പഠിച്ച അവസാനം കൺഫ്യൂഷൻ ആകുകയും വേണ്ട. ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. പലപ്പോഴും മെഡിക്കൽ ഓഫീസർ ടെസ്റ്റിന് ഇത്തരത്തിലുള്ള കൊനസ്റ്റ് ചോദ്യങ്ങൾ, ഈ വലിയ കാര്യങ്ങൾ പഠിച്ചിട്ട് പോകുമ്പോൾ ഇതുപോലുള്ള ചെറിയ കാര്യങ്ങൾ ചോദിച്ച് ആളുകളെ കുഴയ്ക്കുന്ന ഒരു രീതി ഉണ്ടാകാറുണ്ട്. നിങ്ങളെപ്പോഴും ആ രീതിയിലുള്ളത് ട്രെയിൻ ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യം